നമസ്കാരം, വെൽക്കം. ഇക്കാലത്ത് സംഗീതം എന്നത് ഒരു മുഖ്യ കൾച്ചറൽ സിംബലായി കഴിഞ്ഞിരിക്കുകയാണ്. അതും ഇന്നത്തെ യുവാക്കൾ, യൂത്ത്, സംഗീതത്തിന് പുതിയ പുതിയ ഭാവതലങ്ങൾ കണ്ടെത്തുന്നു. അവരെ എൻകറേജ് ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങൾ ചെന്നൈയിൽ ഒരു ഗ്രാൻഡ് മ്യൂസിക് ഫെസ്റ്റിവൽ സംഗീത വിരുന്ന് നടത്താൻ പോവുകയാണ്. അതെന്താ സാർ കേൾക്കുന്ന സംഗീതത്തിന് കുറിക്കുന്നതിൻ്റെ പേരിട്ടത്? ഗുഡ് ക്വസ്റ്റ്യൻ. നിങ്ങളത് ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പോപ്പ് സംഗീതോത്സവത്തെ ഇംഗ്ലീഷിൽ പോപ്പ് കാർണിവൽ എന്ന് പറയും. അതിനെ ചുരുക്കി പെട്ടെന്ന് മനസ്സിൽ തട്ടുന്നതിനായി ഞങ്ങൾ പോപ്പ് കോൺ എന്ന് വിളിക്കുന്നു. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി നമ്മുടെ നാടിൻ്റെ ഓരോ മൂലയിൽ നിന്നും സംഗീത കലാകാരന്മാരെത്തും. അവർ 15 ദിവസത്തിന് മുമ്പേ എത്തി ഈ ഉത്സവത്തിനായി പ്രത്യേകം ക്രിയേറ്റ് ചെയ്ത ആർട്ട് വില്ലേജിൽ താമസിക്കും. ഇതുകൊണ്ട് ഒരു സ്റ്റേറ്റിൻ്റെ മ്യൂസിക് കൾച്ചർ മറ്റൊരു സ്റ്റേറ്റിലെ യുവാക്കൾക്ക് മനസ്സിലാക്കാനുള്ള അവസരം ലഭിക്കും. പല ഓഡിഷൻസ് കഴിഞ്ഞ് അവസാന റൗണ്ടിൽ 24 ട്രൂപ്സ് ക്വാളിഫൈഡ് ആവും. ഈ മത്സരം 2 ദിവസം നടക്കും. ആദ്യത്തെ ദിവസം 12 ട്രൂപ്സും രണ്ടാമത്തെ ദിവസം ബാക്കി 12 ട്രൂപ്സും മത്സരിക്കും. ഈ മത്സരത്തിൽ ക്രിയേറ്റിവിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ കർശനമായ നിബന്ധനകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. സംഗീത കലാകാരന്മാർക്ക് അവരുടെ ആത്മാവിഷ്കാര പ്രകടനത്തിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. മത്സരത്തിന് പ്രൈസ് എന്ത് കൊടുക്കും സാർ? 2 പാക്കറ്റ് പോപ്കോൺ കൊടുക്കും സാർ. ഗുഡ് ജോക്ക്. അതിമനോഹരമായി രൂപകൽപ്പന ചെയ്യപ്പെട്ട ഈ സമ്മാനം വിജയിച്ച ട്രൂപ്പിന് നൽകപ്പെടും. 3 കിലോ വെള്ളിയിൽ വാർത്തെടുത്ത് സ്വർണം പൂശിയ ഈ സമ്മാനത്തിന്റെ കൂടെ 5 ലക്ഷം രൂപയും നൽകപ്പെടും. വെറും പാട്ട് മാത്രമേ ഉള്ളോ? ഡാൻസ് ഒന്നും ഇല്ലേ സാർ? അതെങ്ങനെയാ, ഫെസ്റ്റിവലിന് ഡാൻസ് ഇല്ലായിരിക്കുമോ ഇക്കാലത്ത്? തീർച്ചയായും ഉണ്ട്. ഇതിന്റെ ഓപ്പണിംഗ് തന്നെ ഡാൻസോട് കൂടിയാണ്. ഇതിനുവേണ്ടി സ്പെഷ്യലായി കൽക്കട്ടയിൽ നിന്ന് ഒരു ഡാൻസ് ട്രൂപ്പിനെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊക്കെ ആഗ്രഹിച്ച പോലെ. സോ ഫ്രണ്ട്സ്, നല്ല പ്രസ് കവറേജ് കൊടുക്കണം ആൻഡ് മേക്ക് ദി ഷോ എ ഗ്രേറ്റ് സക്സസ്. താങ്ക് യു സാർ. ഓക്കെ സാർ, ഷുവർ 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 സാർ. താങ്ക് യു. ഞാനിങ്ങനെ മഞ്ചലിൽ വന്ന് കണ്ടാ നിങ്ങൾ ചിരിക്കുന്നേ? എല്ലാവരുടെ അവസാന യാത്ര ഇങ്ങനെ ശവമഞ്ചത്തിൽ. ഞാനായതുകൊണ്ട് ഇരുന്ന് വന്നു, മറ്റുള്ളവരെല്ലാം കിടന്നാ വരുന്നത്. നിന്നോടൊക്കെ ഒരു ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടിയ ശവം പോലെങ്കിലും വന്നത്. എന്നെ വല്ലാതെ കളിയാക്കുന്നതാ ഈ 2 പെണ്ണുങ്ങളും. ഒരുത്തിയല്ലടാ ഉള്ളൂ. ഒരുത്തിയായാലും 2 പേരുടെ ഫലം ചെയ്യും. നീ കാര്യത്തിലേക്ക് കിടക്കണം. പറയാം. പോപ്കോൺ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് പാടുന്നതിന് നമ്മുടെ ട്രൂപ്പ് സെലക്ട് ആയിട്ടുണ്ട്. നിർത്തടാ, എന്തിനാണ് ഇങ്ങനെ കുരങ്ങനെ പോലെ ഇളിക്കുന്നത്? അതിൽ നമ്മൾ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കണോടാ, എന്നിട്ട് വേണം ഇങ്ങനെ ചിരിക്കാൻ. ദാറ്റ്സ് ദ റൈറ്റ് പോയിന്റ്. എന്ത് ചെയ്യടാ, ഇത് നാഷണൽ ലെവലിൽ നടക്കുന്ന ഫെസ്റ്റിവലാണ്. അത് കറക്റ്റ്. നിരവധി ടാലന്റ്സ് വരും, ഡിഫറെന്റ് കൾച്ചേഴ്സ് വരും. നമുക്ക് നമ്മുടെ നേറ്റിവിറ്റിക്ക് അനുസരിച്ച് എന്തെങ്കിലും പുതുതായി ക്രിയേറ്റീവായിട്ട് ചെയ്തൂടെ? അത് ശരി, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന? ഞാൻ നിങ്ങളോടൊരു ഐഡിയ പറയാം, അത് വർക്കൗട്ട് ആവുമെന്ന് നോക്കുക. വിക്രമൻ എന്നൊരു ഫേമസ് പാട്ടുകാരൻ, ദി പോപ്പ് സിംഗർ ഓഫ് ദി 80s. ദ ഗ്രേറ്റ് വിക്രമ. അയാൾ 1980-ലെ ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് എന്ന് പറയുന്നില്ലേ ഫ്യൂഷൻ മ്യൂസിക്, അത് പെർഫോം ചെയ്ത ജീനിയസാ. എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഓഫായി, ആളുടെ അഡ്രസ് ഇല്ലണ്ടായി. അയാളെ പറ്റി ഇവിടെ എന്തിനാ പറയുന്നേ? കാര്യമുണ്ടാ. അതായത് പഴയ ജനറേഷൻ മ്യൂസിക്കിനും നമ്മുടെ ജനറേഷൻ മ്യൂസിക്കിനും ഇടയിലൊരു വലിയ വിടവ് സംഭവിച്ചു. അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണ്? ഒരു ലോറി മണ്ണിട്ട് നികത്തിക്കും. പിന്നെ അല്ലാതെ ചുമ്മാ ഒരുമാതിരി ചൊറിയുന്ന ചോദ്യങ്ങളായിട്ട് എടുക്കുന്നത്. നമുക്ക് മുമ്പ് മ്യൂസിക്കിൽ പുതുമയ്ക്ക് വേണ്ടി പരിശ്രമിച്ച ഒരാളെ വീണ്ടും അവതരിപ്പിച്ചുകൊണ്ട് പാടിച്ചാദരിച്ചാൽ ജഡ്ജസിനെ ഈസിയായി കവർ ചെയ്യാലോ. ജഡ്ജിയെ കവർ ചെയ്യാൻ അത്രയും കഷ്ടപ്പെടുന്ന എന്തിനാ? നീ ഒരുത്തി മതിയല്ലോ. അല്ല, നീ നന്നായിട്ട് വയലിൽ വായിച്ചാലും കവർ ചെയ്യാന്ന് പറഞ്ഞതാ. എന്താടാ നിങ്ങൾ വിക്രമിനെ പറ്റി പറയാത്തത്? ഫസ്റ്റ് പ്രശ്നം അങ്ങേര് എവിടെയാണെന്നുള്ളതാ. എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ തന്നെ ഇപ്പൊ അയാൾ പാടുന്ന അവസ്ഥയിലാണെന്ന് അറിയില്ലല്ലോ. പാടുന്ന അവസ്ഥയിലാണെങ്കിലും സമ്മതിക്കുമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ പാടാൻ ഒരുങ്ങിയാലും നമ്മളെപ്പോലെ പുതിയ ട്രൂപ്പിനോടൊത്ത് വർക്ക് ചെയ്യുമെന്ന് അറിയില്ലല്ലോ. ഇല്ലേ ശക്തി? ഇല്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വിക്രമനെ തേടി കണ്ടെത്താൻ. തേടി കണ്ടുപിടിച്ച് നമ്മുടെ ട്രൂപ്പിൽ ആ വിക്രമനെ കൊണ്ട് സോറി, പാറയാണെന്ന് കരുതി.
Hi, Banerjee. Welcome to Chennai. You have put on a lot of weight. Please come on. Hello, Sita. Nice to see you. 18 വർഷത്തിന് ശേഷം കൽക്കട്ടയിൽ നിന്ന് ചെന്നൈയിലേക്ക് വരികയല്ലേ? How do you feel? I'm excited. അതെ അതെ, പിറന്ന മണ്ണി കാലുകുത്തുമ്പോൾ അങ്ങനെ തോന്നും. ആട്ടെ, യമുന എപ്പോഴാണ് വരുന്നത്? ഡൽഹിയിൽ നിന്ന് നെക്സ്റ്റ് വീക്ക് വരും. പ്ലീസ് ഹാവ് ഇറ്റ്. താങ്ക്സ്. ഗുഡ് ഗുഡ്. താങ്ക് യു. പ്ലീസ് കം. ஆயிரம் தெய்வங்கள் அகிலத்தின் வேர் ஆன ஆண்டவன் அருமுகன் போல் எவரும் இவர். സാർ വണക്കം. ഈ വായിക്കുന്ന ഒന്നും നിർത്തണം. നിനക്ക് സാർ വണക്കം. MSP സാറിന് ഒരു നിമിഷം. കാണാൻ പറ്റില്ല, റെക്കോർഡിംഗില്ല സാർ. വളരെ അർജന്റാണ് സാർ. ഇല്ല കാണാനേ പറ്റില്ല. ജഗമേ മന്ദിരം സുഖമേ തന്ദിരം മനിതൻ യന്ദിരം ശിവശംഭോ നെഞ്ചമാലയം നിനവേ ദേവതൈ ദിനവും നാടകം ശിവശംഭോ 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 ശിവശംഭോ. ഇതാടാ MSC. ആളാള് കണ്ടാ പാടുക വണക്കങ്കോ. എന്താ വിഷയം? ഉങ്ങളെ പാക്കതുക്ക് വന്നാ ഉള്ളവിട മാട്ടേങ്கிறாங்க വണക്കങ്കോ. അകത്തേക്ക് വാ. വരാം. നിങ്ങൾക്കെല്ലാം ബ്രേക്ക്. ചായ കുടിച്ചിട്ട് വന്നാൽ മതിയെ. കേൾക്കട്ടെ, എന്താ വിഷയം? ചൊല്ലത്താൻ നിനയ്க்கிறோ. അയ്യോ, உள்ளத்தால் துடிக்கிறோம். അങ്ങനെയാ? വായിരുന്നും ചൊൽവതുക്ക് വാർത്തയിன்றி തവിக்கிறோ. വായുണ്ടായിട്ടും വാർത്തയിരുന്നു. എങ്കിൽ പോയിട്ട് പിന്നെ വാ. എന്താ എന്താ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വിക്രമൻ എന്നൊരു വലിയ പാട്ടുകാരൻ ഉണ്ടായിരുന്നില്ല സാർ? സിനിമയിൽ പാടുകയില്ലെന്ന് പറഞ്ഞയാള് നിങ്ങളോടുള്ള ബഹുമാനത്താൽ നിങ്ങൾ സംഗീതം കൊടുത്ത ഫിലിമിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ടല്ലോ സാർ. ഏ, നിങ്ങൾ വേണം ഇക്കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ. ആ വിക്രമൻ ഇപ്പൊ എവിടെ ഉണ്ട് സാർ? ആ കാലഘട്ടത്തിൽ അയാൾ ഒരു മികച്ച ഗായകനായിരുന്നു. ക്ലാസിക്കലിനോടായിരുന്നു ക്രേസെങ്കിലും ഫോക്കിലാണ് ഫേമസ് ആയത്. പുതുമയ്ക്ക് വേണ്ടിയുള്ള പ്രയത്നമായിരുന്നു. ഞാനും 1-2 കച്ചേരിയിൽ പങ്കെടുത്തിട്ടുള്ളതാ. അന്നേ വലിയൊരു സ്റ്റാറായിരുന്നു. ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ എവിടെ എത്തിയേനെ? ആളെ കുറിച്ച് ഒരു അറിവുമില്ല ഇപ്പോ. അയാൾ പാടാത്തത് വലിയൊരു നഷ്ടം തന്നെയാ. എന്നിട്ട് നിങ്ങളെ പോലുള്ള ഈ ചെറുപ്പക്കാര് അയാളുടെ പാട്ടുകൾ കേൾക്കണമെന്ന് ആശിക്കുന്നില്ലേ? നോക്കി, അയാളെ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അയാളെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഏയ്, ഒന്ന് നിക്ക്. അയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന കടം സുബ്ബയ്യ ഇപ്പൊ അറേഞ്ചറാണ്. അറേഞ്ചറാണ് ഈ പോലീസ് പൊക്കുമല്ലോ. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അറേഞ്ചർ എന്നാൽ ഓർക്കസ്ട്രക്കാരെ സെറ്റപ്പ് ചെയ്യുന്ന ആൾ. ഓ, അങ്ങനത്തെ ആ, സെറ്റപ്പ്. അയാൾക്കെല്ലാം അറിയും. ഇപ്പൊ ആ കടം സുബ്ബയ്യ എവിടെ ഉള്ളത്? പ്രസാദ് റെക്കോർഡിംഗ് തിയേറ്ററിൽ ഉണ്ടാവും. പനൈമരക്കാടേ പറവകൾ കൂടെ മറുമുறை ഒരു മുறை പാർപ്പോം. മതി മതി മതി, ഒരു മുറ ഭാഗത്ത് തന്നെ ധാരാളം. മതി മക്കളെ, പൊക്കോ, പോ 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 പോ. താങ്ക്സ്. ആ ശരി, ടേക്ക്. എക്സ്ക്യൂസ് മീ മാഡം, ക്യാൻ ഐ ഹെൽപ്പ് യു? വിക്രമയുടെ കാസറ്റ് ഉണ്ടോ? വിക്രമനോ? അങ്ങനെ ഒരു ആൽബമുള്ളതായിട്ട് എനിക്ക് അറിയില്ലല്ലോ. ഉണ്ട്, 15-20 വർഷങ്ങൾക്ക് മുൻപാ. ആ 1 സെക്കൻഡ് ആ, സാർ, വിക്രമിന്റെ ആൽബം ചോദിക്കുന്നു. അതാ ഗോഡൌണിൽ കാണും. ആ മാഡം, ഔട്ട്ഡേറ്റഡ് ഗ്യാസറ്റാ, ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ വെച്ചോ. പോ. എന്താ നിങ്ങളുടെ രണ്ടുപേരും പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്റെ ഐറ്റം റെഡിയാക്കി വെക്ക്. പോ. അടുത്തതാരെ? ഇയാളെ കടം സുബ്ബയ്യാന്ന് തോന്നുന്നു. நீங்க ஒண்ணுமே வாசிக்கலையா? உங்களுக்கு எதுக்கு பேமெண்ட்? അതല്ല സാർ, നിങ്ങളല്ലേ കടം സുബ്ബയ്യ. ഞാൻ தான் കടം സുബ്ബയ്യ. നിങ്ങൾക്ക് ഒരാളെ പറ്റി தெரிஞ்சுக்கணும். മലയാളത്തിൽ പറഞ്ഞാ മതി. നിങ്ങൾക്ക് വിക്രമനെ അറിയോ? നന്നായിട്ട് അറിയാലോ. പൂവേ ഉനക്കാകെ, സൂര്യവംശം, വാനത്തെ പോലെ, ഇതൊക്കെ ഡയറക്റ്റ് ചെയ്ത ആളല്ലേ? കറക്റ്റ്. അപ്പൊ വിക്രമനെ അറിയോ സാറിന്? നല്ല തെറിയൊന്നും ചൊല്ലലിയാ. സേതു, കാശി, ഇനിയൊരു പടം വരുന്നപ്പോ ജമിനി. ജമിനി ഓപ്പോട് ആ പാട്ടൊക്കെ ഉള്ള പടം തെരിയല്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇപ്പൊ എനിക്കറിയേണ്ടത്, നിങ്ങൾക്ക് പാട്ടുകാരൻ വിക്രമിനെ അറിയാമോ? தெரியாது. അറിയില്ലേ? தெரியாது.
വൈൻ 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 ഇപ്പൊ അറിയാമോ അറിയില്ലേ? தெரியாது അറിയില്ലല്ലേ? വൈൻ 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 ഇനി പറ അറിയാമോ? தெரியாது അറിയില്ല. വൈൻ 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 ഇനിയെങ്കിലും പറ അറിയാമോ? தெரியும் എന്താ അറിയാന്നോ? അപ്പൊ എവിടെയുണ്ട് പറയേ. சொல்லுவேன் ആ ஆனா சொல்ல மாட்டேன் കടങ്കഥയാ പറയാ മനസ്സിലാക്കാങ്കി മനസ്സിലാക്കിക്കോ. എന്താണ് ഇത്? ഇയാൾ അടിക്കാതെ തന്നെ ഫിറ്റായെന്ന് തോന്നുന്നല്ലോ. അതോ പാര് റോഡടാ, റോട്ട് മേലെ വീടടാ, വീട്ടുകാരൻ പാട്ടുകാരൻ, ഇപ്പോ വിധിവശത്താൽ ബോട്ടുകാരൻ. പൈക്ക പിടിച്ച കയ്യടാ, ഇപ്പൊ പൈപ്പ പിടിക്കുന്നത് പാരടാ. പൈപ്പ് തണ്ണി കുടിച്ച പിന്നെ നഗരം ഇരുമ്പ് തേരടാ. സാർ നിങ്ങൾ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പൊ ആ വിക്രമൻ എവിടെ പോയാ ഒന്ന് കാണുക. പാറയിലെ തേരടാ, പോന പാതയിലെ പാരടാ. പോടാ പോടാ. വാടാ, റോഡിൽ പോയി നോക്കാൻ നമ്മൾ വന്നു. ചൊല്ലല്ലേപ്പാ, ചൊല്ലവേ ഇല്ലപ്പാ. കണിയൻ പൂങ്കുன்ற ഹലോ മിസ്റ്റർ, എന്താ ക്രിസ്റ്റ്യനിൽ വന്നതാ? നടൻ അജിത്തിന്റെ ഓൾഡ് ഗെറ്റപ്പ് പോലെ ഉണ്ടല്ലോ. പാടാൻ പോവുകയാണ്. കുടിച്ചതിന്റെ ബാക്കിയത്. താങ്ക്സ് ഫോർ ദ കോഫി. ചോദിക്കുന്നോണ്ട് തെറ്റിദ്ധരിക്കരുത്. വയസ്സുകാലത്ത് എന്തിനാ ഈ റിസ്ക്? സ്റ്റേജിൽ കയറി ആടാൻ പോവുകയാണോ? അപ്പൊ പിന്നെ ഈ കഴുതയുടെ പോലെ അവശബ്ദം ഉണ്ടാക്കുമല്ലോ, മിമിക്രി, അതുപോലെ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നു? അപ്പൊ പിന്നെ എന്തിനാ ഇവിടെ കയറിയിരിക്കുന്നത്? ഫ്രീ ആയിട്ട് ചാപ്പാട് കിട്ടും നിറച്ചിട്ട് വന്നതാ. പാടുന്നില്ല ആടുന്നില്ല, പിന്നെ പെമ്പിള്ളേർ ലൈൻ അടിക്കാൻ വന്നതാ. എൻ്റെ പേര് രത്തൻ. ഒരു സുഖമല്ല, മാറ്റിയേക്ക്. ഐ ആം ദി ഈവന്റ് മാനേജർ ഓഫ് പോപ്കോൺ. ഈ ഫെസ്റ്റിവൽ ഞാനാ നടത്തുന്നത്. സോറി, എന്നോട് ക്ഷമിക്കണം സാർ. എന്നോട് ക്ഷമിക്കണം. അത് നടന്ന് ബോറടിച്ചു, അതുകൊണ്ട് ഇത്തിരി ഡിഫറെന്റ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്താ കോഫിയുടെ മണം വരുന്നത്? അത് വേറൊന്നുമല്ല, ഈവൻ മാനേജറെ കണ്ടു, ഫ്രണ്ട്ലി ആയി. കോഫി കഴിച്ചോണ്ടിരുന്നപ്പോ തട്ടി ദേഹത്ത് വീണതാ. ഓൾഡ് ബഗർ ബട്ട് നൈസ് ഗേ. അങ്ങനെയാ? ശരി, പോയ കാര്യം എന്തായി? അതൊക്കെ എന്തിനാ പറയുന്നത്? ഇന്ത്യയിലെ 24 സ്റ്റേറ്റും വന്നിട്ടുണ്ട്. ഓരോ ടേബിളിൽ ഓരോ ലാംഗ്വേജാണ് സംസാരിക്കുന്നത്. നമ്മളെ വ്യത്യാസമായിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. എല്ലാ ടേബിളും പരിശോധിച്ചു. എന്നാ ആ ടേബിൾ പരിശോധിച്ചോ നീ? ഏത് ടേബിള്? ആരുടെ ആ സോളോ പെർഫോമൻസ്? അതെടാ, എല്ലാവരും ചിരിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവള് മാത്രം എന്താ ഇങ്ങനെ? അവളുടെ കാര്യത്തിൽ നിനക്കെന്താ ഇത്ര ഇൻട്രസ്റ്റ്? Come, let's go and see her. మేడం, మీరు ఎక్కడ నుంచి వస్తున్నారు? നീ എങ്കിരുന്ന് വരുന്നമ്മാ? ഓ, കുട്ടി എവിടെ നിന്ന് വരുന്നു? आप कहाँ से आओ जी? From where are you coming? എന്താടാ ഇത്? കാതും കേൾക്കത്തില്ല, വാ തുറന്നൊന്നും സംസാരിക്കത്തില്ല. ഇവളെങ്ങനെയാടാ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോകുന്നത്? എന്നെ ശല്യം ചെയ്യാതെ ഞാൻ തനിച്ചിരുന്നോട്ടെ. ഈ ലാംഗ്വേജ് ഇതിനു മുമ്പ് എവിടെയോ കേട്ടിട്ടുണ്ടാ. ഡേയ്, മലയാളമാടാ. മലയാളി പെൺകുടിയാ? അയ്യോ പോകരുത്, ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ട്. ദേ അവിടെ ഒരു കാസറ്റ് ഇട്ടിട്ട് പോയി. കാസറ്റ് ഇട്ടിട്ട് പോയി. കാസറ്റിന്റെ കവറിൽ ആരുടെ ഫോട്ടോ ആണ് നോക്കടാ? വിക്രമിന്റെ ഫോട്ടോ. Excuse me. Excuse me.
മിസ് നിങ്ങളെ ഞങ്ങൾ എങ്ങനെയാ വിളിക്കേണ്ടത്? മേഘ. മേഘ മേഘ നിങ്ങൾക്ക് ഈ വിക്രമിന്റെ കാസറ്റ് എങ്ങനെയാ കിട്ടിയത്? പറയൂ. ഞങ്ങളും അദ്ദേഹത്തെ തെരയുവാ. അത്രയും വലിയ ജീനിയസിനെ നിങ്ങൾ അറിയോ? ഇങ്ങനെ എവിടെയാ ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമോ? എനിക്ക് വിക്രമിനെ കാണണം. നിങ്ങൾ കണ്ട അറിയിക്കേ. ഈ വിക്രമൻ എവിടെ പോയി കിടക്കുക? ദാ ഇവിടെ ഉണ്ടാ, ഇതേ ഉള്ളു ബാലൻസ്. എക്സ്ക്യൂസ് മീ, ഐ ആം ശക്തി. സോ വാട്ട്? സോറി, അവരെപ്പോഴും ഇങ്ങനെയാ. നിങ്ങളുടെ അടുത്ത് വിക്രമിന്റെ വേറെ കളക്ഷൻസ് ഉണ്ടോ? അല്ല, എന്തിനാ ഇങ്ങനെ ഒരു മറന്നുപോയ പാട്ടുകാരനെ പറ്റി? സോറി, ഞങ്ങളും അദ്ദേഹത്തെ വളരെ സീരിയസ് ആയി തേടിക്കൊണ്ടിരിക്കുക. അല്ല, ഏതെങ്കിലും ഒരു ക്ലൂ കിട്ടുമെന്ന് കരുതിയാ നിങ്ങളുടെ അടുത്ത്. നോ, എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്നെനിക്കും അദ്ദേഹത്തെ കാണണം. ആ സംഗീതത്തോടുള്ള ഇഷ്ടം കൊണ്ടാ. റോഡ് പോലെ വീട്ടുകാരൻ പാട്ടുകാരൻ വിധിവശത്തിൽ ബോട്ടിൽക്കാരൻ പിടിച്ച കയ്യട ഇപ്പൊ പൈപ്പ് പിടിച്ചത് പാറടാ. പൈപ്പ് തണ്ണിയെ കുടിച്ച പിന്നെ ചലിക്കും ഇരുമ്പ് തേരോടും. പാറയിലെ തേരട പോയ പാതയിലെ പാറട. പാറയിലെ തേരട പോയ പാതയിലെ പാറട. ഡേയ്, പേഴ്സും കാലിയായി ടാങ്കും കാലിയായിടാ. കുറച്ച് കാശ് തന്നാ പെട്രോൾ അടിച്ചിട്ട് പോ, എടുക്കടാ. ഡേ ചുമ്മാ വാചം അടിക്കാടാ. നിന്റെ കൂടെ കറങ്ങി ഞങ്ങളുടെ വണ്ടിയിലെ പെട്രോൾ തീർന്നു. ഒന്ന് തള്ളു, തന്റെ തടി ഒന്ന് കുറയട്ടെ. എത്ര വർഷമായിട്ടാ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? മീറ്റർ നോക്കി പെട്രോൾ ഒഴിക്കാൻ അറിഞ്ഞൂടെ? ഉള്ള സിനിമ മുഴുവൻ കണ്ടിട്ട് അതിലെ നായകന്മാരെ സ്വപ്നം കണ്ടോണ്ടിരിക്കുക. താഴെ പോകുന്ന പെട്രോളിന് കസ്റ്റമർ പൈസ തരുമോ? സോറി സാർ, അല്ല കുഴപ്പമില്ല, ഞാൻ ഒഴിക്കാം. ഓർമ്മയുണ്ടോ ഈ മുഖം? പോയി കിടന്ന് ഉറങ്ങടാ, ഞാൻ ഒഴിച്ചോളാം. പോ. എന്താ എന്ത് കണ്ടിട്ടാ? ഹാ അല്ല, ഞങ്ങൾക്ക് ലാൽ വേണം. അത് പാൽ വേണം, 1 ലിറ്റർ പാല. പെട്രോളാ വേണ്ടത്. അടിക്കണം സാർ, അടിക്കണം. എത്ര? 2. $67.20 ബില്ല് വാങ്ങിച്ചോ. എന്താ വിക്രമൻ? എന്താ? അത് വേറൊന്നുമല്ല സാർ, നിങ്ങൾ പെട്രോൾ വിൽക്കുന്നുണ്ട്, ഡീസലും വിൽക്കുന്നുണ്ട്. രണ്ടും നന്നായിട്ട് വിൽക്കുന്നുണ്ട്. വിക്കി എന്നവൻ ഓർമ്മിപ്പിച്ചതാ. പോവുക നിങ്ങൾ പോണം. ആ സുബ്ബയ്യ പാടിയതിന്റെ ഫുൾ മീനിങ് എനിക്ക് ഇപ്പോഴാണ് പിടികിട്ടിയത്. അതോ പാര് റോഡടാ, റോഡ് മേലെ വീടടാ. കറക്റ്റാ റോഡിൽ തന്നെയല്ലേ ഇയാളുടെ വീട്? വീട്ടുകാരൻ പാട്ടുകാരൻ വിധിവശത്തിൽ ബോട്ടിൽകാരൻ. ഇതിന്റെ അർത്ഥം? അതേടാ, ഇയാള് തന്നെയാ പാട്ടുകാരൻ. മണം കൊണ്ട് അടുത്ത് നിൽക്കാൻ വയ്യ, നല്ല ഫുൾ ടാങ്ക് അടിച്ചിരിക്കുക. അതുകൊണ്ടാ ബോട്ടിൽക്കാരൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മൈക്ക് പിടിച്ച കയ്യടാ, ഇപ്പൊ പൈപ്പ് പിടിക്കുന്നത് പാരടാ. ഇതിന്റെ അർത്ഥം എന്താ? അതേടാ, മുമ്പ് മൈക്ക് പിടിച്ച് പാടിക്കൊണ്ടിരുന്ന ആളല്ലേ, ഇപ്പൊ പെട്രോൾ പൈപ്പ് പിടിക്കുന്നില്ലേ? അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. അതൊക്കെ ശരി. പൈപ്പ് തണ്ണി കുടിച്ച പിന്നെ നഗരം ഇരുമ്പ് തേരിടാന്ന് വെച്ചാ? പൈപ്പ് തണ്ണി എന്ന് പറഞ്ഞ ഇവിടെ പെട്രോള്, അത് കുടിച്ച പിന്നെ ചലിക്ക് ഇരുമ്പ് തേരെന്ന് വെച്ചാ ഈ ലാറി കാറ് ഇതൊക്കെ ഇരുമ്പ് തന്നെയല്ലേ, ചലിക്കുന്നില്ലേ? അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവസാനത്തെ രണ്ടുപേരുടെ അർത്ഥം? പാറയിലെ തേരടാ, പാറയിൽ തേരിരിക്കുന്ന മഹാബലിപുരത്ത, പോന പാതയിലെ പാരടാ. ഇതാണ് അങ്ങോട്ട് പോകുന്ന റൂട്ട്. ആ ഓക്കെ, ഇയാള് തന്നെയാണ്. ഇനി സ്ഥലം വിടാറായില്ലടാ. ഞങ്ങളിതാ പോവാണ് സാർ. ഇത്രയും വലിയ ജീനിയസ് പെട്രോൾ അടിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമ്മളൊക്കെ സൈക്കിളിന് പഞ്ചർ ഒട്ടിക്കാൻ പോണം. ഇങ്ങേര് തന്നെയാണ് യഥാർത്ഥ വിക്രമെന്ന് കണ്ടുപിടിക്കാൻ എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. ധിം 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 ന ധനക തക ധിം ധിം ധന ധനക തക ധിം ധിം ന 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 ധനക തക ധിം ധിം ന. സാർ മനസ്സിലായി സാർ, നിങ്ങൾ പാട്ടുകാരെ വിക്രമയല്ലേ? ഞങ്ങൾ എങ്ങനെയാ കണ്ടുപിടിച്ചെന്നറിയോ? സാർ, ഞങ്ങളുടെ മ്യൂസിക് ട്രൂപ്പിന്റെ പേര് സിന്തസിസ്. ഞാനാണ് സാർ അതിലെ ഡ്രമ്മർ. ഐ പ്ലേ സാക്സ്. ഞാൻ വയലിൻ വായിക്കും. ഞാൻ കീബോർഡ് പ്ലെയർ ആണ് സാർ. സാർ, പോപ്കോൺ ഫെസ്റ്റിവൽ വരികയല്ലേ, നിങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേർന്ന് പാടിയാൽ ഞങ്ങള് Get lost from here. നിങ്ങൾ മ്യൂസിക് ട്രൂപ്പ് വെച്ചോണ്ടിരുന്നോ? ഡാൻസ് ട്രൂപ്പ് വെച്ചോണ്ടിരുന്നോ? എനിക്കെന്താ? പെട്രോൾ പങ്കി വന്ന് മ്യൂസിക് ചോദിച്ചാ എത്ര ലിറ്റർ ഒഴിച്ചായിരുന്ന? മ്യൂസിക് വയ്ക്കണോ എന്റെ മുമ്പിൽ? ഏതെങ്കിലും എടുത്ത മ്യൂസിക് എന്നോ ഡാൻസ് എന്നോ പറഞ്ഞ എന്റെ മുമ്പിൽ വന്നാ പെട്രോൾ ഒഴിച്ച് കത്തിക്കും ഞാൻ. Get out. Out. ആ വന്നിരിക്കുന്നു ഒരത്തമാര്. ബ്രേക്ക്. മേഘ, ഫാസ്റ്റ് ഫാസ്റ്റ്.
ഹലോ, സോറി, ഞാൻ നിങ്ങളുടെ റിഹേഴ്സൽ ഡിസ്റ്റർബ് ചെയ്തു അല്ലേ? ഇന്നലെ രാത്രി വിക്രമിനെ കണ്ടു. എന്നാൽ ഒരു നിമിഷം പോലും ശരിക്കും സംസാരിക്കാനായില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന വിക്രമനല്ല അദ്ദേഹം എന്ന്. മൂക്കറ്റം കുടിച്ചിരിക്കുന്നു. അടുത്ത് ചെല്ലാൻ പോലും പറ്റുന്നില്ല. മര്യാദയില്ലാത്ത സംസാരമാണ്, മ്യൂസിക്കിനോട് വെറുപ്പും. നിങ്ങൾ അദ്ദേഹത്തെ കാണുന്നത് വേസ്റ്റ് ആണെന്ന് എൻ്റെ അഭിപ്രായം. ഇല്ല, പ്ലീസ് ഡോണ്ട് ഗോ ദേർ. എനിക്ക് അദ്ദേഹത്തെ കാണണം, വൈകാതെ കാണണം. സന്ദീപ്, ജോഗിങ്? അതെ അതെ, ബൈക്ക് ജോയിങ്ങിന് പോയാ ഇറ്റ്സ് ഗുഡ് ഫോർ ഹെൽത്ത്. നാളെ മുതൽ നമ്മൾ ബൈക്കിലാ ജോയിങ്ങിന് പോകുന്നത്. ഓക്കെ, വിടറാ, അതവന്റെ പേഴ്സണലാ. അളിയാ നീ വിട്ടോടാ. നത്തിങ് പേഴ്സണൽ. സോറി. എന്റെ ജട്ടിയും പൊക്കിക്കൊണ്ട് കാക്ക പറന്നു കളഞ്ഞല്ലോടാ. നീ ഇവിടെ എന്ത് ചെയ്യടാ? അതിരിക്കട്ടെ, നീ എന്നു മുതലാടാ ഡബിൾസ് അടിക്കാൻ തുടങ്ങിയത്? വിക്രമിനെ കാണാൻ പോവാ, നീ വരുന്നോ? വേണ്ടടാ, അന്നങ്ങനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നേ പറഞ്ഞുള്ളൂ. ഇന്ന് ഇവളെയും കൂടി കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെന്ന ഡീസൽ ഒഴിച്ച് കത്തിക്കുക അയാള്. മേഘ, ഓൾ ദി ബെസ്റ്റ്. ഒരു ചെറിയ റിക്വസ്റ്റ്. അങ്ങേര് നല്ല മൂഡിലാണെങ്കിൽ പ്ലീസ് ടെൽ ഹിം ഞങ്ങൾ എത്ര കാര്യമായിട്ടാണ് മ്യൂസിക്കിനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന്. ഞങ്ങൾ അദ്ദേഹത്തെ ദ്രോണരായിട്ടാണ് കരുതി പോരുന്നതെന്ന്. ഹീ ഈസ് എ റിയൽ ഗുരു എന്ന്. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് മേഘ. എന്താ? ആരാ? എന്താ ഇങ്ങനെ ഈ വല്ലാതെ നോക്കുന്നത്? വണ്ടിയിൽ വെച്ച പെട്രോളിന് കാശ് തരാനില്ലേ? അതിനാണോ നീ ഉള്ളിൽ വന്നിരിക്കുന്നത്? ആരാ നിന്നെ ഉള്ളിലോട്ട് വിട്ടേ? സതീഷ്, എന്താ സാർ? ആരാ ഇത്? സാറിനെ തേടി വന്നതാ. തേടി വന്നെന്ന് വെച്ച് ഉടനെ അകത്തേക്ക് വിടണോ? നിനക്കത് ജോലി വേണോ അതോ പെട്ടിയും പറക്കി വീട്ടിൽ പോണോ? ഓ, നീ ആ പരട്ട പയ്യൻ്റെ കൂടെ വന്നാ? മ്യൂസിക് ട്രൂപ്പാ? നീ ഊമയാണോ? ഞാനെന്താ പാടണോ? അവന്മാരെ കൊണ്ട് പറ്റാത്തതിന് നീ എന്താ ദൂത് വന്നതാ? ഗെറ്റ് ലോസ്റ്റ് ഫ്രം ഹിയർ. ഹേയ്, ഡോണ്ട് ആക്ട്. ഗെറ്റ് ലോസ്റ്റ്, ഗെറ്റ് ലോസ്റ്റ്, ഗോ. മേഘ, മേഘ വെയിറ്റ്. മേഘ, മേഘ നിൽക്ക്. മേഘ എന്ത് പറ്റി? മേഘ, ഓട്ടോ ഓട്ടോ നിർത്ത്. മേഘ, മേഘ.
ഏയ് നിർത്ത് നിർത്ത് നിർത്ത്. നിങ്ങളോടാ ആരെ എനിക്ക് പെണ്ണ് പെണ്ണ പെണ്ണ്. മണി എത്രയായി? ഈ സമയത്ത് പെണ്ണിനെ കാണുമെന്ന് പറഞ്ഞാ? എന്റെ മകളെ എനിക്ക് കാണണമെന്ന്. 9 മണിക്ക് ശേഷം ആരെയും കാണാൻ പറ്റില്ല. ഇവിടെ അതിരിക്കട്ടെ, റൂം നമ്പർ എത്രയാ? പെണ്ണിന്റെ പേരെന്താ? പേര് ഇടുന്നതിന് മുമ്പ് എടുത്തിട്ട് പോയില്ലേ അവളെ? പേര് എനിക്ക് അറിയില്ല. പേര് മഴയത്ത് കുളിരുന്ന് ചൂടിന് പെണ്ണിനെ വേണം. എന്റെ മകളെ കാണണമെന്നല്ലടാ പറഞ്ഞു. എന്റെ മോളെ കാണണമെന്ന് എന്റെ മകളെ കാണണമെന്ന് ഞാൻ പറഞ്ഞു. നീ അറിഞ്ഞത് കഥയിലെ ഒരു ഭാഗം മാത്രം. യമുന പറഞ്ഞതൊക്കെ കള്ളമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. യമുന കള്ളം പറയില്ല. ജലവും വായുവും ഇല്ലാതെ ലോകമില്ലെന്നല്ലേ പറയാറുള്ളത്. എൻ്റെ ജീവിതത്തിൻ്റെ അസ്തിത്വം സംഗീതവും യമുനയും ഇല്ലാതെ അർത്ഥവത്താവില്ല. ഇന്നെനിക്ക് സംഗീതവുമില്ല, യമുനയുമില്ല. സംഗീതം എന്നത് എൻ്റെ പ്രാണവായുവായിരുന്നു. ഇത് ശാസ്ത്രീയം, ഇത് നാടൻ, ഇത് വെസ്റ്റേൺ എന്നൊക്കെ തരംതിരിച്ച് സംഗീതത്തെ ഞാൻ കണ്ടിട്ടേയില്ല. ഈ സംഗീതം ഇങ്ങനെ ആലപിക്കാവൂ, ആ വാദ്യോപകരണം അങ്ങനെ ഉപയോഗിക്കാവൂ എന്നുള്ള വിധികളെയൊക്കെ നിഷേധിച്ച് ഒരു മിശ്ര സംഗീത സമീപനമായിരുന്നു എൻ്റേത്. എൻ്റെ അരങ്ങത്ത് ആസ്വാദകർക്ക് യാതൊരു നിയന്ത്രണവുമില്ലായിരുന്നു. എൻ്റെ പാട്ട് കേട്ട് അവർക്ക് ഡാൻസ് ചെയ്യണമെന്ന് തോന്നിയാൽ അതുമാകാം. സർഗപ്രതിഭാശാലികൾ, യുഗശില്പികൾ, കവികളെന്നല്ലോ ചൊല്ല്. കാലമെൻ കൂടെയെങ്കിൽ സാധനതൻ തേജോ ചാരുത. എൻ സ്റ്റൈലിൽ നിന്ന് ഈസ്റ്റ് വെസ്റ്റ് എന്ന് ഇരുപേര് ചൊല്ലിടേണം. ഊരുലകമെന്ന് 7 സ്വരങ്ങളും ഒന്നെന്ന് കാട്ടിടേണം.
ചിലത് റാപ്പ് മ്യൂസിക് എന്നായിടാം, ചിലത് പോപ്പ് മ്യൂസിക് എന്നായിടാം, ചിലത് ഗ്രാമീണമെന്നായിടാം, ചിലത് ശാസ്ത്രീയമെന്നായിടാം. ഭാഷ വേറെയാണെന്നാലും ഗാനമൊന്നൊന്നേ, ദേശം വേറെയാകുമ്പോഴും വാനമൊന്നൊന്നേ. ഓർക്കുകിൽ പാട്ടിൽ നാം കാട്ടിടേണ്ട ഭേദം, നാവിനാൽ വാഴ്ത്തിടാം ഭേദമില്ല നാദം. എൻ ശൈലി നിന്നു ഈസ്റ്റ് വെസ്റ്റ് എന്ന ഇരുപേര് നൽകിടേണം. ഊരുലകമെന്ന് 7 സ്വരങ്ങളും ഒന്നെന്ന് കാട്ടിടേണം. ആരേ നാരേ നാനായേ നാരേ. ബീത്തോവൻ രചിച്ചതും സംഗീതം, മുമ്മൂർത്തി മൊഴികളും സംഗീതം, നാടോടി പാട്ടിലും സംഗീതം, തനിത്തെരു കൂത്തിൽ വിളഞ്ഞതും സംഗീതം. ഹൃദയത്തിൻ തുടിതാളം പ്രപഞ്ചത്തിൻ സംഗീതം. അവസാനം നദിയെല്ലാം കടലിൽ ചേർന്നലിയുമ്പോൾ പച്ചവയലാറ്റു നോക്കും വാനമഴയാൽ, പാറയിലും പൂക്കും ഗാനമഴയാൽ. എൻ സ്റ്റൈലിൽ നിന്ന് ഈസ്റ്റ് വെസ്റ്റ് എന്ന ഇരുപേര് നൽകിടേണം. ഊരുലകമെന്ന് 7 സ്വരങ്ങളും ഒന്നെന്ന് കാട്ടിടേണം. തജം തകജം തകണം തകരം തരിക്കടകതും തരിക്കടകതും തരിക്കടകതും. തജം തകണം തകജം തകരം തകജം തകണം തത്തിക്കിട്ടത്തും തത്തിക്കിട്ടത്തും തകടതാം തടികണ്ടതും തത്തിക്കിട്ടത്തും തത്തിക്കിട്ടത്തും തത്തിക്കിട്ട തകതകജനുതും തകതകത സംഗീതത്തിൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ യമുനയും നൃത്തത്തിൽ പുതിയ വഴിത്താരകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പാരമ്പര്യത്തെ മറികടന്ന് ആത്മാവിഷ്കാരത്തിന് പുതിയ മാർഗങ്ങൾ അവലംബിച്ചിരുന്നു എന്ന്. കലയിലെ പുതിയ ഈ സമീപനമായിരുന്നു ഞങ്ങളെ മാനസികമായി കൂടുതൽ അടുപ്പിച്ചത്. ഓ, സുഖമായിരിക്കുന്നു. ഓക്കെ. ഹായ് വിക്രം, എന്താ ഈ സമയത്ത് സർപ്രൈസ് വിസിറ്റ്? ജസ്റ്റ് 2 minutes, ഐ വിൽ ബി ബാക്ക്. ആ, ശരി ശരി. നാളെ നിന്റെ പിറന്നാളല്ലേ? ഓ വിക്രം, യു ആർ ഗ്രേറ്റ്. എനിഹൗ, താങ്ക് യു. എത്ര ദിവസം എൻ്റെ വിരലെ പിടിച്ച് മണിക്കൂർ കണക്കിന് നടന്നിട്ടുണ്ട്, എന്നിട്ടും എൻ്റെ അളവ് അറിയില്ലല്ലോ. അതെന്താ, ഞാൻ പൊണ്ണത്തടിച്ചാവെന്ന് വിചാരിച്ചോ? ഒരു സെക്കൻഡേ. ഹലോ, യമുനയാ സംസാരിക്കുന്നത്. അമ്മ എങ്ങനെ ഇരിക്കുന്നു? ഇല്ല ഇല്ല, ഇവിടെ കുറച്ച് ജോലിയുണ്ട്. ഇല്ല. ഓക്കെ ഓക്കെ, അങ്ങോട്ട് വിളിക്കാം ഞാൻ. ആരാ? അച്ഛനാ. ഹേയ്, അതിനെന്താ ഇത്ര ടെൻഷൻ? ഡൽഹിയിൽ 6 വർഷത്തിന് മുമ്പ് ഡാൻസ് ക്ലാസ്സിന് പോകുമായിരുന്നു. അരങ്ങേറ്റത്തിന് വേണ്ടി ഒരു വലിയ ഡാൻസ് ഡ്രാമ പ്രാക്ടീസ് ചെയ്തു വന്നു. ഒരു ദിവസം ലേറ്റായി. ഒരുപാടൊന്നുമില്ല, ഒരു 10-10:30. വീട്ടിൽ ചെന്ന് കതകിന് തട്ടിയപ്പോൾ വീടും പൂട്ടി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. വിളിച്ച് വിളിച്ച് തൊണ്ട കീറി. വേണമെന്ന് വെച്ചിട്ടാണെന്ന് പിന്നെ മനസ്സിലായത്. അപ്പുറത്തുണ്ടായിരുന്ന ഒരു പൂച്ചട്ടി എടുത്ത് ജനലിൽ നോക്കി ഒരൊറ്റ ഏറെറിഞ്ഞു. അപ്പോഴാ അച്ഛൻ കാര്യത്തിന്റെ ഗൗരവം അറിഞ്ഞത്. അച്ഛൻ തുറിച്ച കണ്ണുമായിട്ട് എണീറ്റ് വന്നു.
അപ്പോഴും കഥ തുറന്നില്ല. ഇത് വീട്, സത്രമല്ല. പെൺകുട്ടികൾ നേരത്തെ വീട്ടിൽ വരേണ്ടവരാ. നിയമം പറയാ. അതെന്ത് ന്യായമാ? ആൺപിള്ളേർക്ക് ഊരി ചുറ്റി നടക്കാം, പെണ്ണാണെങ്കിൽ അടങ്ങി കിടക്കണമെന്നാണോ? സോറി പറഞ്ഞു ഞാൻ. വീണ്ടും എന്നെ തുറച്ചു നോക്കിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അകത്തുപോയി. എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഒരു ദിവസം ഇറങ്ങി. മെഡ്രാസ്, കലാക്ഷേത്ര, ഡാൻസ്, എല്ലാത്തിനും മേലെ എൻ്റെ വിക്രം. അങ്ങനെ സെറ്റിലായി. എപ്പോഴെങ്കിലും ഒരിക്കൽ രാത്രിയിൽ അച്ഛൻ്റെ അടുത്ത് ഇതുപോലെ ഫോൺ വരും. അച്ഛന് നെഞ്ചുവേദന, ആ വേദന, ഈ വേദന. ഞാൻ ഇനി പോവില്ല. ലുക്ക് ഹിയർ, അപ്പം നീ ചെയ്തത് ശരിയാണെങ്കിലും ഇപ്പം അവർക്ക് അതിനെക്കുറിച്ച് അറിയാമല്ലോ. ആ സ്ഥിതിക്ക് നീ അവരെ... വിക്രം പ്ലീസ്, വേണ്ട, അതിനെപ്പറ്റി സംസാരിക്കണ്ട. ഇപ്പം ഞാൻ നിങ്ങളോടൊപ്പം. ഐ എം വെരി ഹാപ്പി. ലെറ്റ് മീ എൻജോയ് ഇറ്റ്. വിക്രം, നാളെ ഞാൻ എൻ്റെ ട്രൂപ്പിൻ്റെ കൂടെ ഗോവയ്ക്ക് പോവാ. ഐ ഹോപ്പ് ഐ വിൽ ഡു മൈ ബെസ്റ്റ് ദെയർ. ഹേയ്, മലേഷ്യയിൽ ഞാൻ വിക്രമിൻ്റെ കമ്പോസിഷനാണ് ഡാൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴേക്കും അത് റെഡി ആവുമായിരിക്കും അല്ലേ? What about dinner? എനിക്ക് പാല് മാത്രം മതി. വിക്രമിന് വേണമെങ്കിൽ സാൻഡ്വിച്ച് എടുക്കാം. It's all right, I'll take care. Okay? വിക്രം, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ തിരിച്ചു വരും. രാഗാഗ്നിതൻ തിരാതീത് നാം ഒന്നു ചേരുകിൽ കാമാഗ്നിയായിടും ഉന്മാദദാഹം എടു കൺവിളങ്ങിനാൽ തടവിലായി ഞാൻ ഇടയിൽ നമ്മൾ മൗനമായതെന്തിനായി പൂവെച്ച പൂവിൽ തീ വെച്ച കാമുക നീ വെച്ച തീയിൽ ഞാൻ വെന്തു നീറിയോ രാഗാഗ്നി തൻ തിരാ
എന്താ വിക്രം? വസുന്ധര ഡോക്ടറെ കണ്ടു. എന്തു പറഞ്ഞു? ഗോവയിൽ എന്ത് കളിയാ രണ്ടുപേരും കൂടി കളിച്ചെന്നാണോ? ആർ യു നോട്ട് സീരിയസ്? നീ പ്രഗ്നന്റ് ആയിരിക്കുക. നമുക്കിനി കല്യാണമായിട്ടില്ല. യമുന, നമുക്കൊരു തീരുമാനം എടുക്കണം. തീരുമാനം? കല്യാണം അത് അത്യാവശ്യം. ഇനി വൈകിക്കൂടാ. വിക്രം പ്ലീസ്, കല്യാണത്തെ പറ്റി എനിക്കിപ്പോൾ ആലോചിക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാലോ, മലേഷ്യ ഡാൻസ് ഫെസ്റ്റിവലിന് വേണ്ടി ഞാനിപ്പോൾ തയ്യാറാകണമെന്ന്. ഗോവ ഡാൻസ് ഫെസ്റ്റിവലിൽ ഞാനാണ് ഫസ്റ്റ് വന്നത്. ഇപ്പോൾ മലേഷ്യ ഡാൻസ് ഫെസ്റ്റിവലാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. അതുകൊണ്ട് ഇത് വേണ്ടെന്ന് വയ്ക്കാം. മലേഷ്യ ഡാൻസ് ഫെസ്റ്റിവലിന് ശേഷം വിവാഹം കഴിക്കാം. കുഞ്ഞിനെ കുറിച്ചൊക്കെ പിന്നെ ആലോചിക്കാം. യമുന, എനിക്കിത് വളരെ പ്രധാനം. നമ്മുടെ ആദ്യ സ്പർശത്തിലുണ്ടായ ഈ ജീവൻ, അതിനെ നശിപ്പിക്കാൻ ഒരിക്കലും ഞാൻ അനുവദിക്കില്ല. തോന്നിയതുപോലൊക്കെ പ്രവർത്തിച്ചു വെച്ചിട്ട് അണ്ണ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഞാനിനി എന്ത് ചെയ്യാനാ? ഞാൻ എത്ര തവണ പറഞ്ഞു വേണ്ട വേണ്ടാന്ന്. നമ്മൾ എന്ത് വിചാരിച്ചു, എന്തിനു വന്നു, എന്ത് നേടി, എന്ത് നേടാൻ പോകുന്നു, അതൊക്കെ വിട്ടിട്ട് ആ പെണ്ണിന്റെ സാരിത്തുമ്പി തൂങ്ങിയിടുന്ന എന്താ അർത്ഥം അതിന്? മതി അണ്ണ, സംഭവിച്ചു പോയി. ഒരബദ്ധം പറ്റിയതാ. അതെങ്ങനെ തിരുത്തണമെന്ന് അറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വീണ്ടും വീണ്ടും എന്നെ കുറ്റപ്പെടുത്തിയാൽ എങ്ങനെ? വേണ്ട, എന്നെ വിട്ടേരെ. എൻ്റെ പ്രശ്നം ഞാൻ തന്നെ തീർത്തോളാം. എന്തുവാടാ ഇത്? മുഴുവൻ നാട്ടുകാരെ നീ അറിയിച്ചോ? ഞാനൊന്നും അറിഞ്ഞതല്ല, സുബ്ബയ്യ. അതും ഒരു നല്ലതിന് വേണ്ടി തന്നെയാ. എന്തൊക്കെയോ കേട്ടു. എന്ന് ഞാനതൊന്നും വിശ്വസിച്ചില്ല. നിനക്കൊരു വിധിയുണ്ട്, ഇങ്ങനെ ജീവിക്കണമെന്നൊരു നിയോഗമുണ്ട്. സുബയ്യണ്ണ എന്തെല്ലാമോ പറഞ്ഞു. സുബയ്യണ്ണ. അയ്യോ, പറഞ്ഞില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു നീ യമുനെ കുടുംബം നടത്തണമെന്ന്. പൂച്ചക്കുട്ടി പോലെ നീ അവളുടെ കാൽ ചവിട്ടി കിടക്കാന്ന്. പാട്ടിൽ കൂടി നിനക്ക് താല്പര്യമില്ലെന്ന്. പിന്നെ ഒന്നുകൂടി അയാൾ പറഞ്ഞു. പറഞ്ഞില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. ആട്ടക്കാരി യമുന ഗർഭിണിയാണെന്ന്. അപ്പോ സത്യമാണല്ലേ? എന്താ നിനക്ക് തല കുനിക്കാൻ അറിയല്ലേ? എന്തിനെങ്ങനെയൊക്കെ ചെയ്തേ? അവര് ചോദിച്ച ഞാൻ എന്താ പറയണ്ടേ? ചുമ്മാ ഇരിക്കുമല്ലേ? എന്താ വിക്രം ഇത്? ഇങ്ങനൊരു പ്രശ്നത്തിൽ കുടുങ്ങിയെന്ന് നീ ഒന്ന് സൂചിപ്പിച്ചു പോലുമില്ലല്ലോ. വള്ളിയുടെയും പാണ്ഡ്യൻ മാമയുടെയും നിർബന്ധത്തിനാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. എന്താ വിക്രം ഇത്? ആർക്ക് വേണ്ടി ആര് നടത്തുന്ന നാടകം ഇതൊക്കെ? എന്നായാലും നടക്കേണ്ടതല്ലേ ഈ കല്യാണം? അതിപ്പോ നടന്നു, അത്ര തന്നെ. എന്തെങ്കിലും ഒരിക്കൽ ചാവേണ്ടതല്ലേ? സോ ഇപ്പൊ തന്നെ വിഷം കഴിച്ചിട്ട് രണ്ടുപേരും ചാവണമെന്നാ? യമുന പ്ലീസ്. വിക്രം പ്ലീസ്, എനിക്ക് ആ മലേഷ്യൻ ഡാൻസ് ഫെസ്റ്റിവൽ ഒത്തിരി മുഖ്യമാണ്. പ്ലീസ് 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 പ്ലീസ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കാളക്കുട്ടിനെ പോലെ ഒത്തിരി പിള്ളേരെ ഞാൻ പ്രസവിച്ചു തരാം. പൊയ്ക്കോട്ടെടാ. എൻ്റെ ഐഡന്റിറ്റി കളഞ്ഞിട്ട് എന്നെ അടുക്കളയിൽ തളച്ചിടാന്നാണല്ലേ? നിങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം, അത്രയല്ലേ? ശരി, ഞാൻ ഡാൻസ് ചെയ്യുന്നവരെ നിങ്ങൾ പാടാൻ പാടില്ല.
ഇതെന്താ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നത്? ഞാൻ നിന്നോട് ഒരിക്കലും ഡാൻസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഈ കുട്ടിയെ പ്രസവിച്ച് ഞാനും എപ്പോഴും പാടണ്ടെന്ന് പറഞ്ഞില്ല. ഈ കുഞ്ഞിനെ പ്രസവിച്ച് താരാട്ടി പാലൂട്ടി വളർന്നു കഴിയുമ്പോൾ പാടിയാൽ മതി. അതുവരെ നിങ്ങൾക്ക് പാടാതിരിക്കാൻ പറ്റോ ഇല്ലയോ എന്ന് അറിയട്ടെ. ഞാൻ പാടാതിരുന്നാലേ നമുക്ക് ഈ കുട്ടിയെ കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി മുതൽ വേദി പാടാതിരിക്കാം. മഹാഗണപതി എന്താ വെള്ളം എടുത്തോണ്ട് വരികയാണോ? എന്താ കാര്യം പറ. ഒന്നുമില്ല. യമുനയ്ക്ക് മലേഷ്യന്ന് ഡാൻസ് പ്രോഗ്രാമിന് കോൺട്രാക്ട് അയച്ചു തന്നിരിക്കുക. ഇത് അവളെ കാണിച്ചു എന്ന് വെച്ചോ. വീണ്ടും വേതാളം മുരിങ്ങ മരത്തെ കയറും, പിന്നെ ഇറക്കാൻ പാടായിരിക്കും. എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? കൊടുത്തേക്കട്ടെ. അയ്യോ, എന്താ ഈ കാണിക്കുന്നേ? ഗർഭിണി സ്ത്രീയെ പോലെയാണ് ഈ പെരുമാറുന്നത്. വാ വാ ഇങ്ങോട്ട്. ഇരിക്ക്. എന്താ ഈ കാണിക്കുന്നേ? കുറച്ച് നാളത്തേക്കെങ്കിലും ഡാൻസ് നിർത്തിക്കൂടെ? അയ്യോ, ഇത് ഡാൻസ് അല്ല, ഗർഭിണി പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ള ചെറിയ ചെറിയ എക്സസൈസ്. എനിക്കറിയല്ല. എന്നാ കുടിക്കേ. വേണ്ട വിളി, എനിക്ക് ഒരുമാതിരി. കുറച്ചെങ്കിലും ഒന്ന് കുടിക്കേ. വോമിറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് വോമിറ്റ് ചെയ്യുന്ന വെച്ച് ഉള്ളിലിരിക്കുന്ന കുഞ്ഞ് സ്ട്രോങ് ആയിരിക്കണ്ടേ? കുടിക്കേ. നോ, കുടിക്കേ. എനിക്ക് വേണ്ട. കുറച്ചെങ്കിലും കുടിക്കേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ക്ഷമിക്കേ എന്നോട്. എന്തോ കല്യാണം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടും ഈ വയറ്റിലൊരു കുഞ്ഞുണ്ടായില്ലെന്ന് വെച്ച് ഞാൻ അല്പം സ്വാതന്ത്ര്യം കാണിച്ചതാ. ജനിക്കാൻ പോകുന്ന രാജകുമാരനോ രാജകുമാരിയോ ഇല്ല ഇരട്ടയോ അതെന്റെ വംശവിളക്കാവണമെന്ന് കരുതി. അതാ ഒരു അത്യാഗ്രഹിയെ പോലെ ഞാൻ പെരുമാറിയത്. ക്ഷമിക്ക എന്നോട്. നീ ജനിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾ തമ്മിലുള്ള അകൽച്ച കുറഞ്ഞുകൊണ്ടേയിരുന്നു. വീണ്ടും ഒരു വസന്തകാല ഭാവിയെ ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി. മാതാപിതാക്കളുടെ ആരുടെയും പേരിട്ടാ പോരെ? മാതാപിതാക്കളുടെ ഇഷ്ടത്തിനൊന്നും പേര് വെക്കാൻ പറ്റില്ല. വെച്ച നക്ഷത്രം നോക്കി തന്നെ വെക്കണം. കായിലോ പായിലോ പേര് വെക്കണം. കായിൽ തുടങ്ങിയ കല്യാണി, കൽപ്പന, കാർത്യായനി, കലാരഞ്ജിനി, കനകാംഗി, കാവേരി, കാവ്യ എന്നൊക്കെ പേര് വെക്കണം. പായിൽ തുടങ്ങിയ പത്മ, പാർവതി, പങ്കജാക്ഷി, പത്മാവതി, പരമേശ്വരി, പരിമളം, പല്ലവി, പാഞ്ചാലി എന്നൊക്കെ പേര് വെക്കണം. എനിക്കൊന്നും മനസ്സിലായടാ. നിനക്ക് ലോട്ടറി വിൽപ്പനയാ നല്ലത്. വരൂ. നമസ്കാരം. ഹലോ, സുഖാണോ? അയ്യോ, I'm fine. Please come. ബേബി. She's fine. എനിക്ക് സുഖാണ്. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാ സദ്യ ഗംഭീരായിരിക്കണം. പിന്നെ എല്ലായിടത്തും ഒരു കണ്ണുണ്ടാവണം. ഇന്നാ കൊണ്ടുപോയി നന്നായിട്ട് ഒരുക്കുക. മലേഷ്യൻ ഫെസ്റ്റിവൽ പങ്കെടുക്കാമായിരുന്നു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഷോ. പിന്നെ സംസാരിക്കാം. പ്രോബബ്ലി നീ ഇന്റർനാഷണൽ ലെവൽ വരെ എത്തിയേനെ. എനിവേ അതൊക്കെ പോട്ടെ. ഇതൊരു നല്ല ജീവിതം തന്നെ. ഹസ്ബൻഡ്, കുട്ടി. ഇല്ല സർ, ഞാൻ സെലക്ട് ആകാതെ പോയ നിലയ്ക്ക് ആ ഫെസ്റ്റിവൽ ഞാൻ വലുതായി കാണുന്നില്ല. എന്തായി പറയുന്നേ? നീ സെലക്ട് ആയി യമുനെ. ഞാനല്ലേ നിനക്ക് സൈൻ ചെയ്ത് കോൺട്രാക്ട് അയച്ചത്. നീ അതിന് മറുപടി അയച്ചില്ല. നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് നിന്റെ കല്യാണം കഴിഞ്ഞ് നീ സെറ്റിലായെന്ന്. ഇതിലെൻ്റെ ആശ്ചര്യം എന്താണെന്ന് വെച്ചാൽ നീയും മറ്റു പെണ്ണുങ്ങളെ പോലെ കല്യാണം, ഫാമിലി അങ്ങനെ ആയിപ്പോയി. ദാറ്റ് വാസ് മോർ സർപ്രൈസിങ് ഫോർ മീ. ട്രൈ ടു ജോയിൻ us നെക്സ്റ്റ് ഇയർ. യമുന, എന്ത് പറ്റി? ഹേയ്, മോളെ ഇങ്ങനെയൊക്കെ അയ്യോ, അകത്ത് പോയിരിക്കും, വഴിയിൽ നിന്ന് കളിക്കാതെ. എന്താ ഊ ആന്ന് വാ തുറന്നൊന്ന് പാടുന്നു. കൊച്ചു പിള്ളേർ വാശി പിടിക്കുന്ന പോലെ എത്ര ആളിങ്ങനെ പാടാതിരിക്കാന്നാ? സ്റ്റേജ് പാടില്ലെങ്കിൽ വേണ്ട. ഈ നല്ല ദിവസം പ്രമാണിച്ച് എന്തെങ്കിലും പാടിക്കൂടെ? വേണ്ടണ്ണ, പറഞ്ഞ വാക്ക് തന്നെ. ഇപ്പൊ മോക്ക് 3 മാസമായി. ഇനി 6-7 മാസം കൂടെ മതി. അത് കഴിഞ്ഞാ കുഞ്ഞിനെ വള്ളി നോക്കിക്കോളും. യമുന അപ്പോഴത്തേക്കും ഡാൻസ് ആരംഭിക്കും, ഞാൻ പാടാനും തുടങ്ങും. എന്തോന്ന് വലിയ ഭീഷ്മ ശപഥം. കുഞ്ഞ് കരയുന്ന കേട്ടില്ല. ഏതെങ്കിലും ഒരു പാട്ട് പാടുക. ഞാൻ പാടണോ മോളെ? ഞാൻ പാടട്ടെ. പാടണ മോളെ. ഓ അമ്മേ അരികിൽ വാ വാ, ചക്കരമുത്തം താത്ത, കൈകളിൽ ഇങ്ങനെ താരാട്ട്, കൺമണി വളരാൻ ചോറൂട്ട്, അമ്മേ അരികിൽ വാ വാ. എന്താ ഇത്? കുഞ്ഞ് കരയുന്നൊന്നും കാണുന്നില്ലേ? ഇങ്ങതാ. കരയില്ലടാ. എന്താ യമുന? പാട്ടാണോ ഇത്? പാട്ടോ? താലോലിച്ചതല്ലേ?
ഇനി എന്തൊക്കെ ചതി ഇവിടെ നടക്കുന്നത്? ചതിയോ? എന്ത് ചതി? എന്ത് കണ്ടീഷനിലാണ് നമ്മുടെ കല്യാണം നടന്നത്? വാ, ഇപ്പൊ എന്ത് നടന്നു യമുന ഈ പറയുന്നത്? എന്ത് നടന്നില്ല? എന്റെ ശവദാഹം ഒഴികെ എന്നെ നിങ്ങൾ കമ്പൽ ചെയ്തല്ലേ കല്യാണം കഴിച്ചത്? പ്രേമിച്ച കല്യാണത്തിലല്ലേ അവസാനിക്കുക? ശരി, ഞാൻ വിഷയത്തിലേക്ക് നേരെ വരാം. ഇങ്ങോട്ട് നോക്കൂ. മലേഷ്യ ഡാൻസ് ഫെസ്റ്റിവലിൽ ഞാൻ ചേരുന്നില്ല. കുഞ്ഞിനെ പ്രസവിച്ചോളാന്ന് ഞാൻ പറഞ്ഞതല്ലേ? അതെ, വീണ്ടും നീ സ്റ്റേജിൽ കയറുന്നവരെ ഞാൻ പാടുന്നില്ലെന്നായിരുന്നല്ലോ ഞാൻ പ്രോമിസ്. നിങ്ങളുടെ ത്യാഗത്തെ പറ്റി പറയാൻ വന്നതല്ല, നിങ്ങളുടെ സംശയ ബുദ്ധിയെ കുറിച്ച് പറഞ്ഞു വരും. യമുന, മതി. എന്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. എന്തിനാണ് മലേഷ്യയിൽ നിന്ന് വന്ന കോൺട്രാക്ട് എന്നിൽ നിന്ന് മറച്ചത്? കോൺട്രാക്ടോ? ഞാനോ? ഏത് കോൺട്രാക്ട്? മനസ്സിനെ സ്ഥിരപ്പെടുത്തിയിട്ടല്ല ഞാൻ ഈ കല്യാണത്തിന് ഒരുങ്ങിയത്. അതിനുശേഷം എന്നിൽ വിശ്വാസമില്ലഞ്ഞിട്ടല്ലേ ഞാൻ സെലക്ട് ആയ കാര്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചത്. ഞാൻ എന്താ അത്ര കഠിന മനസ്സുള്ളവളാണോ 3 മാസത്തിന് ശേഷവും അബോർഷൻ ചെയ്തിട്ട് മലേഷ്യയിലേക്ക് പറക്കാൻ? യമുന, യമുന, എനിക്കറിയില്ല. യമുന, എനിക്ക് സത്യമായിട്ട് അറിയില്ല. എൻ്റെ അടുത്ത വിക്രമ നിർത്ത് മോളെ. നല്ലൊരു ദിവസമായിട്ട് വഴക്കിന് കാരണം ഉണ്ടാക്കുക. ഇനി അരമണിക്കൂറിനുള്ളിൽ പേരിടണം. വാ മോളെ, വാ. നിങ്ങളെല്ലാം ചേർന്നിട്ടല്ലേ ഈ ചതിപ്പണി ചെയ്തു വെച്ചത്? ഇനി എന്തൊക്കെ മറച്ചു വെച്ചിട്ടാ വീട്ടിലെ വേലക്കാരി എന്നെ തളച്ചിടാൻ പോകുന്നത്? നോക്കുമോളെ, വേണ്ടാത്ത വർത്താനൊന്നും പറയണ്ട. എന്തായാലും ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാലോ. വാ. എപ്പോ എവിടെ വെച്ച് പറയാമെന്ന്? നിങ്ങൾക്ക് ഒരിക്കലും കുഞ്ഞുണ്ടാവില്ലെന്നറിയാം. ഞാൻ കുഞ്ഞിനെ വേണ്ടെന്ന് തീരുമാനിച്ചതാ. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? കുഞ്ഞിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ദത്തെടുക്കാമായിരുന്നില്ലേ? അതല്ല, നിങ്ങളുടെ വംശത്തിലെ കുട്ടി ഇവിടെ ഓടി നടക്കണം. അതിന് നിങ്ങളുടെ ഭാര്യ മലടിയായതിന് ഞാൻ ബലിയാടാവണോ? എന്താ ഇത്? നമ്മുടെ കുഞ്ഞ് വേണ്ട, എല്ലാത്തിനും ഞാനാ കാരണം. നിങ്ങളുടെ സമാധാനമൊന്നും എനിക്ക് ആവശ്യമില്ല. മാമ, യമുന, മാമനെ തിരിച്ചു വിളിക്കേ. തിരിച്ചു വിളിച്ച് കാല് വീണ് മാപ്പി വയ്ക്കാൻ. നിന്നോട് മാമനോട് 4 പേരെ മുമ്പ് വെച്ച് എന്ത് വൃത്തികേട് മാമൻ എന്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നം നിങ്ങൾക്ക് എന്തറിയാം എന്റെ ലൈഫിനെ പറ്റി? പെണ്ണുങ്ങളെന്ന് വെച്ചാൽ അത്ര മോശമാണോ? ശരി ശരി. Bloody male chauvinist. യമുന, നിന്നെയും യമുനയും ഞാൻ തേടാത്ത സ്ഥലങ്ങളില്ല. മനസ്സ് തളർന്നുപോയി. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മാത്രം അത്ര മണ്ടനല്ല ഞാൻ. വേദന മറക്കാനായി ഞാൻ കുടി തുടങ്ങി. ഭ്രാന്തനെ പോലെ അലഞ്ഞു. എൻ്റെ വളർച്ചയിൽ താല്പര്യമുണ്ടായിരുന്ന മിസ്റ്റർ ശക്തിവേൽ എന്നോടെല്ലാം മറന്ന് വീണ്ടും സ്റ്റേജിൽ കയറി പാടാൻ പറഞ്ഞു.
അന്നത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഒടുവിൽ വളരെ നിർബന്ധിച്ച് ഈ പെട്രോൾ പമ്പ് എന്നെ ഏൽപ്പിച്ചു. അമ്മേ അരികിൽ വാ വാ, ചക്കരമുത്തം താത്ത, കൈകളിൽ ഇങ്ങനെ താരാട്ട്, കൺമണി പൂവിന് പാലൂട്ട്, കൈകാൽ വളരാൻ ചോറൂട്ട്, കവിളിൽ താമര മുത്തമിട്, ഉണ്മയിൽ നിന്നെ പോലെ ഉലകിൽ ആരുമില്ല, ആയിരം നാവാൽ ചൊല്ല. ഒന്നായി നിന്നാൽ ബലമേ, ഒരുമയിലെന്നും ജയമേ. ഒരു ചെറു പുഞ്ചിരി മതി, അകലം മുഴുവൻ നേടാ. മേഘ, നീ വളരെ നന്നായി പാടുന്നുണ്ട്. അച്ഛാ, എനിക്കും പാടണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാ അമ്മേനെ ഒരിക്കലും പാടാൻ അനുവദിച്ചിട്ടില്ല, ബാത്റൂമിൽ പോലും. ശരി, ഞാൻ പാടാം. താങ്ക് യു സർ. മോൾക്ക് വേണ്ടി. എന്നാൽ ഒരു നിബന്ധന, അല്ല 2. നിബന്ധന 1. നിങ്ങൾ ഇതേപോലെ മുടി വെട്ടാതെ താടിയും പഠിക്കാതെ പഠിക്കണോ സാർ? ഞങ്ങളൊന്നും പറയില്ല. ഞാൻ ഇവിടം വിട്ട് വെളിയിൽ വരില്ല. 17 വർഷമായിട്ട് ഈ പെട്രോൾ പമ്പ് എൻ്റെ ലോകമായിട്ട് ചുരുങ്ങി. ഉറ്റവരെ കാണാനോ വോട്ട് ചെയ്യാനോ അസുഖത്തിന് ചികിത്സിക്കാനോ ഞാൻ ഇവിടം വിട്ട് പുറത്തു പോയിട്ടില്ല. പാട്ട് പാടുന്ന അന്ന് മാത്രം ഞാൻ സ്റ്റേജിലേക്ക് വരും. ഇതൊക്കെ ഒരു നിബന്ധനയാണോ? ഞങ്ങൾ ഇവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. നിബന്ധന 2. നീ എൻ്റെ കൂടെ പാടണം. എന്താ, എന്ത് പറ്റി? നിങ്ങളുടെ ഫംഗ്ഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇത് സമ്മതിക്കുന്നില്ലേ? ഏയ് അങ്ങനെ ഒന്നുമില്ല, അവര് പാടട്ടെ. പിന്നെന്താ യമുന? ഞാൻ വേദിയിൽ കയറി പാടുന്നവരെയും യമുന ഇത് അറിയേ വേണ്ട. പറ്റുന്നവരെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. യമുനയ്ക്ക് നമ്മൾ ഒന്ന് ചേർന്ന് പാടുന്നത് ആശ്ചര്യമായിരിക്കട്ടെ. ആശ്ചര്യമോ അതോ അത്ഭുതമോ? ശരി, അത് വിട്. പാട്ട് എന്തിനെ പറ്റി? വാട്ട്സ് എ തീം, ഐഡിയ? നേച്ചർ. നേച്ചർ? നന്നായിരിക്കും സാർ. നേച്ചർ. അതെ. നിങ്ങളത് തീരുമാനിച്ചോ? തീരുമാനിച്ചില്ല. തീരുമാനം ഇതാണെന്ന് തീരുമാനിച്ചാൽ കൂടെ ആ തീരുമാനം നിങ്ങൾ കാരണം മാറുമെന്ന് തീരുമാനിച്ച് നിങ്ങളുടെ തീരുമാനം ഞങ്ങളുടെ തീരുമാനമായി തീരുമാനിക്കാന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. വൈ ഡോണ്ട് വി സിംഗ് അബൌട്ട് യൂണിറ്റി? യൂണിറ്റി.
സ്റ്റോപ്പ് ചെയ്യൂ. പറഞ്ഞത് കേട്ടില്ലേ? സ്റ്റോപ്പ് ചെയ്യേ. എന്താ യമുന? ഏയ് യമുന, പ്ലീസ് ലിസൺ ടു മീ. എന്താ നീ കാണിച്ചത്? സ്വപ്നം കാണുമായിരുന്നോ? എത്ര ദിവസം മുമ്പാ നീ മദ്രാസിലേക്ക് വന്നത് മേഘ? റിഹേഴ്സലിന് വന്നതോ അതോ പിക്നിക്കിന് വന്നതോ? ബീച്ചും മ്യൂസിയം ഒക്കെ കണ്ടു കഴിഞ്ഞോ? എന്തിനാ എല്ലാ നേരത്തെ എന്നെ പ്രതീക്ഷ നിൽക്കുന്നേ? You guys want to spoil my name? എന്താ കറക്റ്റ് ആയിട്ട് റിഹേഴ്സൽ നോക്കാത്ത ആദ്യമേ? ഇനി എത്ര ദിവസം ഉണ്ട് പെർഫോമൻസിന്? എന്നിട്ട് ബാവോ stupid. സോറി മാഡം, അറിയാതെ ഇടയ്ക്കൊന്ന് സ്ലിപ്പായതാ. ഓ, കാല് വഴിക്കേതാണെന്ന് അല്ലേ? നിനക്ക് വഴിക്കോ മേഘ? നിങ്ങൾക്കൊക്കെ എത്ര നാളായി റിഹേഴ്സൽ ചെയ്യുന്നു? ഇപ്പൊ നിങ്ങക്ക് കാല് വഴുക്കുന്നല്ലേ? ഞാൻ നോക്കട്ടെ എങ്ങനെയാ കാല് വഴുക്കുന്നേന്ന് നോക്കട്ടെ. ചെല്ലേ, എല്ലാം അവിടെ പോയി നിൽക്കേ. And watch me carefully. I want everybody to do the same thing. കേൾക്കുന്നുണ്ടോ നീ പ്രിൻസി? ഈ വയസ്സിൽ ഞാൻ ഇങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വയസ്സിൽ നിങ്ങൾ എങ്ങനെ കളിക്കണം? സ്ലിപ്പ്. നിങ്ങളെ വിശ്വസിച്ചല്ല ഞാൻ ട്രൂപ്പ് നടത്തുന്നത്. എനിക്ക് തനിയെ പെർഫോം ചെയ്യാനൊക്കെ പറ്റും. ശരി, ഞാനിപ്പോ ചെയ്തത് നിങ്ങൾ ഓരോരുത്തരും 100 പ്രാവശ്യം ചെയ്ത് കാണിക്കണം. റെഡി? 1. Good. You just fast. Okay, relax. That was good. അമ്മേ, എന്താ നീ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ലമ്മേ, ഞാൻ കുറച്ച് ടയേർഡാണ്. ഐ ലവ് യു അമിന. ഓ മതി, നന്നായിട്ടുണ്ട്. പക്ഷെ എവിടെയോ കേട്ട പോലെ ഉണ്ടല്ലേ? മരണ വീട്ടിലെ പാട്ടാണെന്ന്. അതെ. Come on, we'll try something like 1 1 2 1 2 3 1 2 3 4 1 2 3 4 1 2 3 1 2 1. Come on. വാടാ. 1 1 2 1 2 3 1 2 3 4 1 2 3 4 1 2 3 1 2 1. അല്ല, എന്റെ ഒരു സുഹൃത്ത് VS ഓം പ്രകാശ് വീട്ടിൽ കാത്തിരിക്കാം. അവിടെ ഇരുന്ന് കാപ്പി. എന്റെ ഫ്രണ്ടാണ് PSOP. ഏയ്, നല്ല ചായ. നിങ്ങൾ വന്നേ പിന്നെ അതുവരെ കഷ്ടമായിരുന്നു. 1 1 2 1 2 3. എന്താ ഇപ്പൊ പ്ലേ ചെയ്ത്? അല്ല, അറിയാതെ വായിച്ചതാ. ഇവൻ കുടുങ്ങിയത് തന്നെ. Just play. മേലെ മേലെ മേലോട്ടോ. We can put that chorus. പാടുന്ന ഇവള് വരുത്തിയ ശബ്ദം കേട്ട കോറസ് പോലെ. ഇവളുടെ ഫാമിലിയെ കോറസ് പോലെ. പക്ഷെ ഗുരു, കോറസ് എങ്ങനെ വരും? പെർക്കഷനല്ലേ വരേണ്ടത്. അങ്ങനെ വല്ല റൂളുണ്ടോ? അല്ല, തെറ്റായിട്ട് വായിച്ച കല്ലേറ് വരില്ല. ഒറ്റയടി വെച്ചിരി. ഗിറ്റാറും കൊണ്ട് വരുന്നതല്ല. ഏയ്, നാളെ എൻ്റെ നാട്ടിലെ ഉത്സവം. എല്ലാ ഫോക്ക് ആർട്ടിസ്റ്റും വരുന്നുണ്ട്. നിരവധി പെർഫോമൻസ് ഉണ്ടാവും. വളരെ അടുത്തായിട്ടും പോയിട്ട് 15 വർഷമായി. അനിയത്തി, മാമൻ എല്ലാവരെയും വീണ്ടും കാണണമെന്ന് തോന്നുന്നു.
ശരി, നാളെ റിഹേഴ്സൽ വേണ്ട. ഞാൻ നാട്ടിൽ പോയി വന്നിട്ട് മതി. വില്ലേജ്, ഗ്രാമം, ഗുരു, അത് ഞാൻ ഭാരതരാജയുടെ പടത്തിലാണ് കണ്ടിട്ടുള്ളത്. ശൊല്ലമറന്ന കഥയിലും കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്കും ഗ്രാമം കാണണമെന്ന് ആശയായിട്ടിരിക്കുക. പ്ലീസ് ഞങ്ങളെ കൂടി കൊണ്ടുപോകൂ. ഇറ്റ് വിൽ ബി ഗ്രേറ്റ് ഫൺ. എല്ലാവർക്കും പോവാം. വില്ലേജിൽ എന്താ അങ്ങനെ ഒരു വിശേഷം? വില്ലേജില് കൺട്രി വുഡ്സ് അവൈലബിൾ. കൺട്രി വുഡ്സ് എന്ന് വെച്ചാ ഗ്രാമീണ സുന്ദരിമാർ. നീ നന്നാവൂല. എന്താ ഇത്? മണി 11 മേഘ ഇതുവരെ കണ്ടില്ലല്ലോ. എന്താ ഇങ്ങനെ കൊരങ്ങ് കളിക്കുന്നത്? വന്നതുകൊണ്ട് വന്നില്ല, വന്നില്ലെങ്കിൽ വന്നേനെ. മനസ്സിലായില്ല. അവര് വന്നതുകൊണ്ട് ഇവള് വന്നില്ല, അവര് വന്നില്ലായിരുന്നെങ്കിൽ ഇവള് വന്നേനെ. ആരെ? അവരുടെ അമ്മ വന്നിട്ടുണ്ട്. അതല്ല ഗുരു, വരാൻ. അപ്പൊ നമ്മുടെ നാളത്തെ വില്ലേജ് പ്രോഗ്രാം എങ്ങനെയാ? ഇപ്പൊ ചോദിക്കണ്ടായിരുന്നു. അച്ഛാ, സോറി അച്ഛാ, കുറച്ച് ലേറ്റ് ആയിപ്പോയി. യമുന വന്നിട്ടുണ്ട്. അച്ഛാ, അച്ഛാ ഒരു ചെറിയ റിക്വസ്റ്റ്. ഇപ്പൊ യമുനയെ കാണാൻ ശ്രമിക്കണ്ട അച്ഛാ, എനിക്ക് വേണ്ടി. അച്ഛാ പ്ലീസ്, എനിക്ക് വേണ്ടി അച്ഛാ. യമുന എനിക്ക് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. അച്ഛാ, നീ എന്നെ വിട്ടിട്ട് പോകരുത്. പോപ്കോൺ ഫെസ്റ്റിവൽ കഴിയുന്നവരെയും ദയവ് ചെയ്ത് don't meet her. അച്ഛാ ഞാൻ പോണു. നാളെ നാട്ടിലെ ഉത്സവം, നമുക്ക് പോണം. വരച്ച എന്നെ 7 മണിക്കുള്ളിൽ മടങ്ങണം. ബൈ. മകളോ? ഭാഗത്തേക്ക്. അയ്യോ, ഇവിടെ ഏതോ കുടുംബചിത്രം സ്റ്റാർട്ട് ആകാൻ പോകുന്നു. നമുക്കെന്താ ഇവിടെ വേല? നാട് ചുറ്റി കാണാൻ വാ. വണ്ടിയൊക്കെ ഈ ജീപ്പ് ആര് മോഷ്ടിക്കാനാ? നമ്മുടെ വണ്ടി. ഓ ഇതാണോ? സിറ്റിയിലെ ബൈക്കൊക്കെ മോഷ്ടിക്കുള്ളൂ, ഇവിടെ ഉള്ളവർ നല്ലവരാ, ചെയ്യത്തില്ല. ചേട്ടാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് സത്യമോ സ്വപ്നമോ ഒന്നും മനസ്സിലാവുന്നില്ല. മേഘ ചെന്നൈയിൽ ഒരു ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടി വന്നതാ. സത്യ, യമുന വന്നില്ലേ? യമുനയും വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ ഇല്ല. മേഘ എന്നെ കണ്ടത്, കൂടെ വന്നത്. യമുനയ്ക്ക് ഇതൊന്നും അറിയില്ല. എന്തൊക്കെയോ നടക്കുന്നു.
എല്ലാം ദൈവത്തിന് അറിയും. അന്ന് രാമന് 14 വർഷം വനവാസം. എന്ന് നിനക്ക് ഇനി എത്ര വർഷമുണ്ട് ഈ വേദന? വേദന പരിചയമായി പോയി വള്ളി. സന്തോഷപ്പെടുന്നതാ ഇപ്പൊ കഷ്ടമായിരിക്കുന്നത്. എല്ലാം ഈ പാവ ചെയ്ത കാര്യം കൊണ്ടാ സംഭവിച്ച്. ഞാൻ വേണേ ഇവനുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കും. സത്യം അറിഞ്ഞ ക്ഷമിക്കാൻ അവർ മനസ്സ് കാണിക്കില്ലേ? നിങ്ങൾ രണ്ടുപേരും ചേർത്ത് വയ്ക്കുന്നതിന് എന്ത് കഷ്ടം സഹിച്ചാലും സാരമില്ല. ഞാൻ വരാം. വള്ളി, എല്ലാത്തിനും നേരം വരും. വെറുതെ വിഷമിക്കാതെ. ശരി, കോഴിയൊക്കെ കറി വെക്കാൻ പറയാം. ആ. അല്ല മോളെ, നീ നന്നായിട്ട് കഴിക്കൂ. അല്ല നിന്റെ അമ്മയെ പോലെ പട്ടിണിയാണോ? കഴിക്കൂലോ? കഴിക്കും. മാമ, ഞാൻ വീണ്ടും പാടാൻ തീരുമാനിച്ചു. ഇരുപത് വർഷമായി നിങ്ങൾ എനിക്ക് അങ്ങ് വൈദേശിക പാട്ട്, ഇങ്ങ് നാട്ടുംപുറപ്പാട്ട്, രണ്ടിലെയും ചന്തങ്ങൾ തൻ സംഗമമൊന്നു കേൾക്ക്, ഇതിൽ തത്വമൊന്നു കേൾക്ക്. തെന്നലിൻ്റെ തേരേറി തുള്ളിടുന്ന നേരമിത്, കാത്തുവച്ച ഓർമ്മകൾ തൻ തന്ത്രികളിൽ മുത്തമിട്ട് വന്നണഞ്ഞു വസന്തമേള. ഇത് വർഷത്തിലെ വസന്തമേള. പൊയ്ക്കാൽ കുതിരയില് നിന്നെ കണ്ടു മധുരയില്. കൈമണിയടിക്കാതെ എന്നെ സാപ്പിടാൻ നോക്കാതെ. ആസാമി സത്യമാണ് നെഞ്ചിൻ നാടി തുടിപ്പാണ്, നിന്നെ ആരാധിച്ചിരിപ്പു ഞാൻ. ഈ ഭൂമി സത്യമാണ്, നിൻ പ്രേമമുണ്മയാണ്, അപമാനനായി കാണാം ഞാൻ. പൊയ്ക്കാൽ കുതിരയില് നിന്നെ കണ്ടു മധുരയില്. മേടമാസമായാൽ വിഷുകാലമെത്തുമപ്പോൾ തമ്മിൽ താലി കെട്ടാനായി നാൾ കുറിക്കാമോ? പ്രേമമായാൽ പിന്നെ എന്തു നാള് നോക്കാൻ പൊന്നെ, ഒരു മീന് വാങ്ങി നീ മാറിലേക്കിടൂ. മിന്നു കെട്ടിയാൽ അത് മംഗല്യമായി വരുമോ? മനസ്സ് രണ്ടും സ്വയം ഒന്നാകണ്ടേ? അതിനുള്ളിൽ ഞാൻ കിഴവിയാകും, മതിയാക്കും പഴങ്കാലത്തെ പഞ്ചാംഗം. പൊയ്ക്കാൽ കുതിരയില് നിന്നെ കണ്ടു മധുരയില്. കൈമണിയടിക്കാതെ എന്നെ സാപ്പിടാൻ നോക്കാതെ. തന്ദാന
പാതിരാത്രി വേള എന്റെ മേനി തൊട്ടുണർത്തി ഇന്ന് പട്ടിണിക്കിട്ടാൽ മോശമല്ലയോ. ആടുമാസരാത്രി ആരുമില്ല നേരം നമുക്കാറ്റു തീരത്തോപ്പിലൊന്നു പോയി വന്നാലോ. മഞ്ഞുകൊള്ളവാനൊരു പെൺകിടാവ് വേണോ, തിരയണവാനിനി നേരമില്ലല്ലോ. മനസ്സിലായി ഇംഗിതങ്ങൾ ശരിയാക്കാം ഈ പെണ്ണിന്റെ പരിതാപം. പൊയ്ക്കാൽ കുതിരയില് നിന്നെ കണ്ടു മധുരയില്. കൈമണിയടിക്കാതെ എന്നെ സോപ്പിടാൻ നോക്കാതെ. ആസാമി സത്യമാണേ നെഞ്ചിനാടി തുടിപ്പാണേ നിന്നെ ആരാധിച്ചിരിപ്പൂ ഞാൻ. ഈ ഭൂമി സത്യമാണ്, നിൻ പ്രേമമുണ്മയാണ്, അപമാനനായി കാണാം ഞാൻ. പൊയ്ക്കാൽ കുതിരയില് നിന്നെ കണ്ടു മധുരയില്. കൈമണിയടിക്കാതെ എന്നെ സോപ്പിടാൻ നോക്കാതെ. Three, 4, 5, 6, 7, 8, 9. Now listen everybody. പെർഫോമൻസിന് ഇനി 4 ദിവസമേ ഉള്ളൂ. We need lot of practice, concentration, and we should be the best. We are the best. Okay? Yes. Yes. Now I want everybody to go and relax. Tomorrow morning at 5 o'clock. Good. Go relax. ഇനഫ്. ഫീമെയിൽ വോയിസ് എവിടെ? ദാ ഇവള് ഫീമെയിൽ പാട്ടൊക്കെ പാടും. Shut up. അത് തന്നെ മേഹയെ പറ്റിയാണ് ചോദിക്കുന്നത്. എൻ്റെ മകളും മേഹയെ പറ്റി അല്ല ഞാൻ ചോദിക്കുന്നത്. ഈ ഗ്രൂപ്പിൽ പാടാൻ വന്ന പാട്ടുകാരി മേഹയെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. സമ്മതിച്ച പ്രൊഫഷനോട് കമ്മിറ്റ്മെന്റ് വേണം. എത്ര നാളായി വന്നിട്ട്? എന്താ വരാഞ്ഞേ? എന്താ ചെയ്യണ്ടേ? ഗുരു, അവള് വരാത്തതല്ല, വിടാത്തതാ. ആരാ അവളെ അയക്കാച്ചേ? ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടോ എനിക്ക് പാടണമെന്ന്, സ്റ്റേജിൽ കയറണമെന്നോ? ഞാൻ ഈ പെട്രോൾ പമ്പായിട്ട് ഒതുങ്ങി കഴിഞ്ഞതല്ലേ? എന്തിനു വേണ്ടി സംഗീതം എൻ്റെ തലയെ കൊണ്ട് കെട്ടിയേപ്പിച്ച് മറന്നുപോയ ബന്ധങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തി എന്തിനാ എന്നെ ഒരു ഭ്രാന്തനാക്കി മാറ്റിയത്? I want Megha. I need her. I'll go and get her. ഗുരു, 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 ഒന്ന് ക്ഷമിക്കേ. മേഘയല്ലേ വേണ്ടത്? ഞാൻ കൊണ്ടുതരാം അവളെ. ഞാൻ നോക്കിക്കോളാം, നീ പോ. Voicing എന്തെങ്കിലും ചൂസ് ചെയ്തിരിക്കുന്നു? Okay. Note it. എമോ, ബാഗ് കുറച്ച് ഫ്രീ ആയിരിക്കട്ടെ. ബോട്ടം കുറച്ച് ലൂസായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറയണേ, എങ്കിലും മൂവ്മെന്റ്സ് ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റൂ. ഗ്രീൻ കളർ ടോപ്പ്. മേഘ, ഐ എം ശക്തി. ഞങ്ങൾ സിന്തസിസ് എന്നൊരു മ്യൂസിക് ട്രൂപ്പ് വെച്ചിട്ടുണ്ട്. അതിന് ഞങ്ങളും പോപ്കോൺ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അതിൽ മേഘയെ പാടിച്ചാൽ നന്നായിരിക്കുമെന്ന്. ഓ, മേഘയ്ക്ക് പാടാനും കൂടി അറിയാമോ? എനിക്കറിയില്ലായിരുന്നല്ലോ. 3 ദിവസമായിട്ട് മേഘ പ്രാക്ടീസിന് വരുന്നില്ല. അതുകൊണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഓഹോ. Are you in love with my daughter? What? നീ എന്റെ മോളെ പ്രേമിക്കണമെന്ന് ആഗ്രഹിക്കുന്നോ, അതുമല്ല കല്യാണം Madam. കഴിക്കാന്ന് വെച്ചോ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മീൻ. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ മ്യൂസിക് ട്രൂപ്പ് വെച്ചിട്ടുണ്ടെന്ന്.
മേഘ ഇതിൽ പാടുന്നുണ്ട്. ചുമ്മാ നമ്പർ ഇറക്കല്ലേ. നീ മേഘയെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനായി നടത്തുന്ന കളിയാണിതൊക്കെ. ജസ്റ്റ് ഡോണ്ട് ട്രൈ ടു ഫൂൾ അറൗണ്ട് ഹിയർ. മാഡം പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. I don't want your explanation. I know you are running behind my daughter. Yes, I am running behind your daughter for the simple reason that I love her. No! Ina? ഇല്ലമ്മേ. ശക്തി, ശക്തി. ഇല്ലമ്മേ. അവൻ എന്തോ പറഞ്ഞിട്ട് പോയതാ. ലവ് ഒന്നും ഇല്ലമ്മേ. Believe me, please. ഓക്കേ മാഡം, നാളെ നൈറ്റ് ഡ്യൂട്ടിയാ. ബാനർജി എന്താ പറഞ്ഞ? എന്താ? നിനക്കറിയില്ല? അവൻ എന്തൊക്കെയോ സങ്കല്പിച്ചിരിക്കുക. എനിക്കൊന്നും അറിയില്ല. കുറച്ചു നാളായിട്ട് നുണ പറയാൻ പഠിച്ചിട്ടുണ്ട്. യമുന പ്ലീസ്. ബാനർജി പറഞ്ഞത് നീ വിശ്വസിച്ചാൽ ഐ ആം നോട്ട് റെസ്പോൺസിബിൾ. അവൻ പറയുന്ന പോലെ ഞാനും ശക്തിയും തമ്മിൽ പ്രണയത്തിലൊന്നുമല്ല. നീ നുണ പറയണം. ഇല്ല, ഇത് നുണയല്ല. നീ നുണ പറയുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കാം. നീ ഒരു കാര്യം മറക്കുന്നില്ലേ? നീ ആ ട്രൂപ്പിൽ ചേർന്ന് എവിടെയോ പോയി പാട്ട് പാടാൻ ശ്രമിക്കുന്നുണ്ട്. പാടേണ്ട ആവശ്യം എന്താണ്? ആവശ്യമില്ല. പാടുമെന്ന് ചോദിച്ചു, പറ്റില്ലെന്ന് പറഞ്ഞു. ഏതോ വെസ്റ്റേൺ മ്യൂസിക്കും ഗ്രാമീണ സംഗീതവും Go to hell, that country dumbheads. Nonsense. നാടോടി പാട്ട്. മേഘ, നീ പാടാൻ പോകുന്നില്ല. യു ആർ എ ഡാൻസർ. അത് മാത്രം പ്രാക്ടീസ് ചെയ്തോളൂ. എന്താ യമുന, നിനക്കൊരു ചട്ടം എനിക്കൊരു ചട്ടമോ? നിന്റെ വയസ്സിൽ നീ ആഗ്രഹിച്ചു ചെയ്തു, അത് സാധിച്ചെടുത്തു എനിക്ക് മാതൃകയെ പറഞ്ഞു തന്നില്ലേ? അതെന്താ എനിക്കും ആയിക്കൂടെ? ശക്തി ശക്തി കൂടെയുണ്ടെന്ന് ആ ധൈര്യത്തിൽ നീ പറയുന്നത്? ആരും എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഐ ക്യാൻ തിങ്ക് ഓൺ മൈ ഓൺ. ഞാനും ശക്തിയും തമ്മിൽ അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ പുറകെ ഒന്നും നടക്കാനും പോകുന്നില്ല. എനിക്ക് അതിനേക്കാൾ വലിയ ലക്ഷ്യങ്ങളുണ്ട്. യമുന പ്ലീസ്. ചെന്നൈ നിന്നെ ഒരുപാട് മാറ്റിയല്ലേ? ഇവനിങ്ങനെ ചിരിക്കല്ലേ, എനിക്ക് ഭയമാകുന്നു. ഭയമോ? എന്താ സംഭവിച്ചത്? ഭയപ്പെടാൻ? യമുന പ്ലീസ്, എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ. പറയുന്നില്ല, പറയില്ല, പറയാനേ വരുന്നില്ല. ഈ തട്ട് കണ്ടില്ലേ, താമ്പൂലം മാതിരി ഉണ്ട്. എടാ ബുദ്ധൂസേ, ഇത് പപ്പടാണോ ചപ്പാത്തിയാണോടാ? തന്നെ നോക്കട്ടെ. എന്നാ പിടിച്ചോ. നോ 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 യമുന എന്തായി പറയുന്നേ? യു മസ്റ്റ് ബി ക്രേസി. ഷോ ആരംഭിക്കുന്നതിന് 2 ദിവസമേ ഉള്ളൂ. അനൗൺസ്മെന്റ് എല്ലാം ചെയ്തു കഴിഞ്ഞു. അവസാന നിമിഷത്തിൽ വന്ന് ഈ ട്രൂപ്പിനെ ഷോയിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞാൽ ഐ ആം സോറി, ഇറ്റ്സ് നോട്ട് ഫെയർ ആൻഡ് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ചുമ്മാ കിടന്ന് ചാടല്ലേ. നിങ്ങൾ ഇന്ന് വരെ ഇതുപോലൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയണ്ട. 1996 ഗജറാഹോ ഫെസ്റ്റിവലില് മാളവിക നടത്തേണ്ട പെർഫോമൻസ് ക്യാൻസൽ ചെയ്യാൻ ശ്രമിച്ചില്ലേ? ഓ കം ഓൺ യമുന. എന്തിന്? അവള് നിങ്ങളെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞോണ്ട്. വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ്? ഈ ഷോ വേറെ. ഞാൻ മാത്രം തീരുമാനമെടുത്താൽ പോരാ. എനിക്ക് മുകളിലൊരു ബോർഡുണ്ട്, അവരാണ് തീരുമാനിക്കേണ്ടത്. ജോക്ക് അടിക്കില്ല രത്തൻ. ഇവൻ മാനേജറാണ് നിങ്ങൾ. നിങ്ങൾ കൊടുക്കുന്ന സജഷനാണ് അവരുടെ ഡിസിഷൻ ആവുന്നത്. പോയി കംപ്ലൈന്റ് ചെയ്യേ. ആ ട്രൂപ്പിലുള്ള ബോയ്സ് ഒക്കെ ഡ്രിങ്ക്സ് കഴിച്ചിട്ട് ഗേൾസിനെ ദിവസം അപമാനിക്കുകയാണ്, മിസ്ബിഹേവ് ചെയ്യണമെന്നൊക്കെ. ലിസൺ, I want those boys to be thrown out of this competition. Okay? യമുന, what's wrong with you? അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇവന്റിന്റെ അന്ന് എൻ്റെ ട്രൂപ്പിലുള്ള എല്ലാവർക്കും വയറുവേദന വരും. ആരും സ്റ്റേജിലേക്ക് വരില്ല. ടോയ്ലറ്റിലായിരിക്കും അവര്. ചുമ്മാ വരട്ടല്ലേ.
ഓപ്പണിംഗ് പെർഫോമൻസ് നിന്റെ ട്രൂപ്പിന്റെ തന്നെ ആയിരിക്കും. ഞാൻ വരട്ടൊന്നുമല്ല, സീരിയസ് ആയിട്ട് പറയാ. ഒന്നുകിൽ അവർ പാടണം അല്ലെങ്കിൽ ഞങ്ങൾ ആടണം. I swear, you are a bloody... Sandeep from Mumbai is requested to contact Kanpur office immediately. We have 12 groups performing for us. First on stage will be Blues from Bangalore. Second is Victoria from Mumbai. Panjavadyam from Kerala and Tavil from Tamil Nadu. ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ടു ദി ഷോ. സംഗീത ലോകം തന്നെ വളരെ ആകാംക്ഷയോടെ കാണാൻ, കേൾക്കാൻ, ആസ്വദിക്കാൻ കാത്തിരുന്ന ഈ പോപ്കോൺ സംഗീതമേള ഇനിയും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇനിയും ഹാഫ് ആൻ അവറിനുള്ളിൽ ആരംഭിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള സംഗീതാസ്വാദകർക്ക് ഈ പോപ്കോൺ എന്ന ഗ്രാൻഡ് സംഗീതമേളയെ ഞങ്ങൾ നേരിട്ട് അവതരിപ്പിക്കുകയാണ്. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ചാറലടിക്കുന്നുണ്ടല്ലേ? ഇനി മ്യൂസിക് മഴ ആരംഭിക്കും മുൻപ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ഷോ. കം ഓൺ. ഒരറിയിപ്പ്. നിലവിലുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ പൂർണ്ണമായി എന്തായി കാണിക്കുന്നതൊക്കെ? എന്താ അവസാന നിമിഷത്തെ ലിസ്റ്റ് ഞങ്ങളെ പേര് മാറ്റിയത്? അതെ, ഞാൻ ഒത്തിരി ബിസിയാ. നമുക്ക് പിന്നെ സംസാരിക്കാം. ഇങ്ങോട്ട് നോക്കണം. എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഞങ്ങളെയൊക്കെ സെലക്ട് ചെയ്തിട്ട് ലിസ്റ്റിൽ നിന്ന് പേര് മാറ്റിയാൽ എന്താ അതിനർത്ഥം? ഞങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ട പ്രാക്ടീസ് ചെയ്തത് അറിയാമോ? വളരുന്ന തലമുറയെ അവഗണിക്കുന്നത് ശരിയാണോ? അന്നെന്തോ കാപ്പി തട്ടി വീണത്. ഞാൻ പറഞ്ഞു ഞാൻ ബിസിയാണെന്ന്. ഇപ്പൊ ഒന്നും സംസാരിക്കുന്നില്ല. പ്ലീസ് ഗോ. സർ, ഞങ്ങളുടെ മെയിൻ സിംഗർ വന്നാലും നിങ്ങൾ ഇങ്ങനെ തന്നെ സംസാരിക്കോ? നിന്റെ മെയിൻ സിംഗർ ആരാടാ? ആരാ? ആ വരുന്നുണ്ട്, നോയിക്കോ, ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർ. ഹേയ് വിക്രമ, വാട്ട് എ സർപ്രൈസ്. ഹലോ, നിനക്ക് സുഖം തന്നെയല്ലേ? ഒരുപാട് വർഷം കഴിഞ്ഞ് കാണുകയല്ലേ നമ്മള്. ഐ എം വെരി ഹാപ്പി, വെരി ഹാപ്പി. ഒരു പുല്ലും ഒന്നും മിണ്ടണ്ട. എന്തിനാ അവരെ മത്സരത്തിൽ നിന്ന് മാറ്റിയത്? ഏയ്, നീ എന്തിനെ പറ്റിയാ പറയുന്നേ? ആരെ പറ്റിയാ പറയുന്നേ? ഏത് ട്രൂപ്പിനെ പറ്റിയാ പറയുന്നേ? സിന്തസിസ്. ഓ, യു സി വിക്രമ, അത് എനിക്ക് വലിയൊരു അബദ്ധം സംഭവിച്ചതാ. 5 മിനിറ്റിനകം ഫെസ്റ്റിവൽ ആരംഭിക്കാൻ പോവുകയാണ്. നമുക്ക് സാവകാശം വരുന്ന രാത്രി സംസാരിക്കാമല്ലോ. ഏയ്, നീ പഴയ പെരിച്ചാഴിയാണെന്ന് എനിക്കറിയാം. ഇവരെ മാറ്റിട്ട് ആരെയാ കയറ്റിയത്? എത്ര പൈസ വാങ്ങിച്ചു? നീ വാ. എന്തറിഞ്ഞിട്ടാ നീ പറയുന്നേ? ഞാൻ അത്രയ്ക്ക് മോശമായ ആളല്ല. നീ ഏതോ വലിയവനെന്ന ഭാവത്തിൽ എല്ലാവരുടെയും മുമ്പ് വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യായിരുന്നില്ലേ? നമ്മുടെ പഴയ ഫ്രണ്ട്ഷിപ്പ് വെച്ച് ഞാനൊന്നും മിണ്ടില്ലെന്നേ ഉള്ളൂ ഇതേവരെ. ഛേ, എല്ലാം എൻ്റെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതാ. ശരി, നിനക്കിപ്പോൾ എന്താ വേണ്ടേ? ഈ ട്രൂപ്പ് ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കണം, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ഡൺ. നിൽക്കേ, എനിക്ക് കാരണം അറിയണം. വിക്രമ, അതിനവരെ പാടിക്കുന്നുണ്ടല്ലോ. എനിക്ക് കാരണം അറിഞ്ഞേ പറ്റൂ. യമുന, അതെ, യമുന തന്നെ. നോക്ക്, യമുനയും ഞാനും പണ്ടേ സുഹൃത്തുക്കളാണ്. മനസ്സിലായല്ലോ? ഞാൻ സത്യം പറയുകയാണ്. നിനക്കിതുമായി ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അവളും പറഞ്ഞില്ല. അവൾക്കും ഇതറിയില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ലിവ് ഇറ്റ് ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ. മനസ്സിലായോ? ഐ എം ഇന്നസെന്റ്. ലിവ് ഇറ്റ്. ഓക്കെ ഓക്കെ, പോകാമോ? ഷാലേക്കോ? നിങ്ങൾ ഈ ഫെസ്റ്റിവലിൽ പെർഫോം ചെയ്യാൻ പോകുന്നു. നിങ്ങൾ ആടുകയോ പാടുകയോ എന്ത് തോന്നിയാസമാണെങ്കിലും കാണിച്ചോളൂ. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ഇപ്പൊ നിങ്ങൾ വില്ലൻ അജിത്തിനെ പോലെ സുന്ദരനായിരിക്കുന്നു സാർ. സാർ, നിങ്ങൾ അന്ന് കാപ്പി തട്ടി വീണ കാര്യം മറന്നിട്ടില്ലെന്ന്. ഐ ജസ്റ്റ് സേ ഷട്ട് അപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ.
വെച്ചൊരു തീക്കനൽ കത്തുന്നുണ്ട് എൻ കണ്ണിൽ ഹൈ പവർ കറണ്ടുണ്ട് എന്നുള്ളം നിന്നെ ചുറ്റിടുന്നു എൻ മോഹം നിന്നെ മുത്തിടുന്നു നീയും ഞാനും നേരിൽ കണ്ടത് പ്രേമം കൊണ്ടത് താരനിശയിൽ വെച്ചൊരു തീക്കനൽ കത്തുന്നുണ്ട് എൻ കണ്ണിൽ ഹൈ പവർ കറണ്ടുണ്ട് എന്നുള്ളം നിന്നെ ചുറ്റിടുന്നു എൻ മോഹം നിന്നെ മുത്തിടുന്നു ഞാനും നീയും വാനിലെ വെട്ടം നാടി ഞരമ്പിലോ പുതുരക്തം സിരയിൽ ഉന്മാദത്തെ വെള്ളപ്രാക്കളായി പറക്കേണം വേലി താണ്ടണം വെള്ളാട് താമസം കൂടാതെ ഈ വിലക്ക് നീക്കുവാൻ വാ 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 ഈ വിലങ്ങഴിക്കുവാൻ വാ ഈ വിലക്ക് നീക്കുവാൻ വാ ഈ വിലങ്ങഴിക്കുവാൻ വാ ഈ വയസ്സിനൊത്തൊരു പ്രണയലീലയിൽ മുഴുകി മുങ്ങുവാൻ വാ ഞാൻ വെച്ചൊരു തീക്കനൽ കത്തുന്നുണ്ട് എൻ കണ്ണിൽ ഹൈ പവർ കറണ്ടുണ്ട് എന്നുള്ളം നിന്നെ ചുറ്റിടുന്നു എൻ മോഹം നിന്നെ മുത്തിടുന്നു കാത്തിരുന്ന കനവുകളൊക്കെ നാളെ എന്ന കനിയായി മാറാൻ ഇന്നു നമുക്ക് ആഘോഷിക്കാൻ വാ ഇന്ന് എന്നത് വിട്ടാൽ പോയി ഇനിയും എന്തിന് വാദവിവാദം വേണ്ടതൊന്ന് നീയും ഞാനും വാഴമൊന്നായി മാനേ ഒരു രാഗമുണ്ട് പാടാൻ ഒരു താളമുണ്ട് കൊട്ടാൻ ഈ രാഗം താളം കൂടെ പുതുഗാനമാടടി ഉദയമറിയാടും പാടും വേദിയേ കൈകൾ തട്ടും കൂട്ടമായി അഴക് പൂവേ പൊലിപ്പൂവേ എന്നും നീ എന്നഴകിയ തീ ഞാൻ വെച്ചൊരു തീക്കനൽ കത്തുന്നുണ്ട് എൻ കണ്ണിൽ ഹൈ പവർ കറണ്ടുണ്ട് എന്നുള്ളം നിന്നെ ചുറ്റിടുന്നു എൻ മോഹം നിന്നെ മുത്തിടുന്നു Thank you, thank you, thank you. Ladies and gentlemen, I am sure you will agree that was a great performance by our troupe from Calcutta. I am sure all of you enjoyed it. Stop it! മേഘ പാടുന്നതിനെ പറ്റിയാണ് പറയാൻ വന്നതെങ്കിൽ അതേപ്പറ്റിയും പറയാനുണ്ട്. അത് നടക്കില്ല. അതിനേക്കാൾ മുഖ്യമായതൊന്നുമില്ല. Get lost from here.
ഇഷ്ടമില്ലാതെയാണ് വളർത്തിയത്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാ അടുത്ത് തന്നെ അച്ഛനിരിക്കുമ്പോ എങ്ങനെയമ്മ? യമുന പ്ലീസ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും പഴയതൊക്കെ മറന്നിട്ട് എനിക്ക് വേണ്ടിയെങ്കിലും ഒരുമിച്ച് ജീവിച്ചൂടെ? അച്ഛാ. Shut up. You and your silly advice. ഏത് പഴയത്, എന്ത് പഴയത്? നിനക്കറിയാമോ ഞങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ എന്താ നടന്നതെന്ന്? അച്ഛൻ എന്നോട് പറഞ്ഞു. എന്ത് പറഞ്ഞെന്ന്? അയാളുടെ പരിതാപത്തെ കുറിച്ചായിരിക്കും പറഞ്ഞിരിക്കുക. എന്റെ മനസ്സ് വേദനിച്ചതിനെ പറ്റി നിന്നോട് പറഞ്ഞോ? എന്നെ സ്റ്റേജിൽ കയറാൻ വിടാതെ തടഞ്ഞത് പറഞ്ഞോ? എല്ലാ പെണ്ണുങ്ങളെയും പോലെ എന്നെ അടുക്കളയിൽ തളച്ചിട്ടതിനെ പറ്റി പറഞ്ഞോ? ഞാൻ ആഗ്രഹിച്ചത് ചെയ്യാൻ അനുവദിക്കാതിരുന്നത് പറഞ്ഞോ? 18 വർഷങ്ങൾ എന്നെയും നിന്നെയും അന്വേഷിക്കാത്തത് എന്താണെന്ന് ചോദിക്കായിരുന്നില്ലേ? എന്താ പറഞ്ഞത് ഇയാള്? പറഞ്ഞെന്ന് മഹാഭാരതവും രാമായണവും. He's just a male chauvinist pig. യമുന, എന്തിനാ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നു? എത്ര വർഷങ്ങൾ കഴിഞ്ഞ് വന്നിട്ട് ഇനി ഇങ്ങനെ സംസാരിക്കണോ? ശരി, തെറ്റല്ല എൻ്റെതാണെന്ന് വെച്ചോളൂ. എനിക്ക് വേണ്ടിയോ നിനക്ക് വേണ്ടിയോ അല്ല, മേഘയ്ക്ക് വേണ്ടി ഒരു പുതിയ ജീവിതം തുടങ്ങിക്കൂടെ യമുനെ? എന്ത് വഴി? എത്ര വർഷമായിട്ട് അവളെ എൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ വളർത്തിയത്. എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എന്തൊക്കെ ത്യാഗം സഹിച്ചിട്ടുണ്ടാവും, കണക്കറിയാമോ? ഇപ്പൊ നിങ്ങൾ മകളെ പങ്കുവയ്ക്കാൻ വന്നിരിക്കുക. ഇത്രയും കാലം എവിടെയായിരുന്നോ, എങ്ങനെയൊക്കെ മകളെ വളർത്തിയെന്നോ സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ടോ? എന്തിനാ ഇങ്ങനെ പഴയത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്? യമുന, what is this? വെളിയിൽ പോടാ. What is this? Hey! What is this? Leave me! Leave me! Hey! I want to see Megha! Oh! Megha, what are you doing? Hey! I want to see my daughter, Megha! Leave me! Hey! Megha! I want to see my daughter! Leave me! Vidan! ഇനിയും മേഘ ഇനി എത്ര ട്രൂപ്സ് പാടണം? 6 ട്രൂപ്സ്. നമ്മൾ 7ാമത് പാടണം. ഒരു പാട്ടിന് 6 മിനിറ്റ് ആയാൽ 6 പാട്ടിന് എങ്ങനെ പോയാലും ഒരു 3/4 മണിക്കൂർ വേണ്ടി വരും അല്ലേ? അതിനുള്ളിൽ മേഘ ഇവിടെ എത്തുമോ? വരാൻ സമ്മതിക്കില്ല. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. ഞാൻ പോവാം. മേഘയെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. അതിനുള്ളിൽ പ്രോഗ്രാം അനൗൺസ് ചെയ്താൽ എനിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട. പ്രോഗ്രാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ? ശരി. ഓക്കെ? ശരി. ജയിക്കണം. ഷുവർ. ഓക്കെ, അതാണ് മുഖ്യം. ഓൾ ദ ബെസ്റ്റ്. Megha! 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 എന്താണ് മിസ്റ്റർ വിക്രം, ഈ നേരത്ത് നിങ്ങൾ സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കേണ്ടതാണല്ലോ. എന്താണ് ഇവിടെ? യമുന, പ്ലീസ്, ഇപ്പൊ വേണ്ട. മേഘയെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നതാണോ? അത് ഞാൻ ഇന്നലെ പറഞ്ഞതാ. നിങ്ങൾ ഹൈപ്പർ സെൻസിറ്റീവ് ടൈപ്പ് അല്ലേ? മനസ്സിലായി കാണുമല്ലോ. അവൾ ഇനി പാടാൻ. നീ ഇന്നലെ എന്തൊക്കെയാ എന്നെ പറ്റി പറഞ്ഞേ? ആ കുറ്റച്ചാർത്തുകൾക്ക് മറുപടി പറയാൻ എനിക്ക് സമയമില്ല, ആവശ്യമില്ല. മേഘയെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് നിന്റെ അനുവാദവും എനിക്ക് ആവശ്യമില്ല. വാട്ട് ദ ഹെൽ ഈസ് ദിസ്? ഒരാളെ അടച്ചു വെക്കേണ്ട നിലയിലേക്ക് വന്നിരിക്കുന്നു. ആർ യു നോട്ട് അഷെയിംഡ്? അവളുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കും. എൻ്റെ കൂടെ പാടുന്ന പാട്ടുകാരിയായോ നിന്റെ മകളായോ മേഘയെ പരിഗണിക്കാതെ ഒരു സഹകലാകാരിയായി അവളെ കാണാൻ
നിങ്ങൾ എന്നെ ഒരു സഹ കലാകാരിയായി കരുതിയിട്ടുണ്ടോ? ഇപ്പൊ ഇത്ര അനുതാപവും ദേഷ്യവും വെറുപ്പും വരുന്നുണ്ടല്ലോ. മനോവേദനയെ പറ്റി പറഞ്ഞില്ലേ? എനിക്കെന്ന് എന്തുമാത്രം വേദനിച്ചിരിക്കും. എത്ര പ്രതീക്ഷയോടെയാണ് ഞാൻ അതിന് തയ്യാറെടുത്തിരുന്നത്. എന്നോട് നിനക്കുള്ള കോപത്തെ എന്തിനാ അവൾക്ക് നേരെ കാണിക്കുന്നത്? എന്നോട് പക വീട്ടുന്നതിന് എന്തിനാ അവളെ അടച്ചു വെച്ചിരിക്കുന്നത്? ഡോണ്ട് ബി ഇറാഷണൽ. നീ ഇഷ്ടപ്പെട്ടത് ആഗ്രഹിച്ചത് ചെയ്യാൻ അനുവദിക്കാത്തതിനല്ലേ നീ വീട് വിട്ട് വെളി വന്നത്? ഫ്രീഡം, വ്യക്തി സ്വാതന്ത്ര്യം, അത് നിനക്ക് എത്ര മുഖ്യമോ അതുപോലെ തന്നെയാണ് മേഘയ്ക്കും. നീ ഈ ചെയ്തതിന് മേഘ ഒരിക്കലും നിനക്ക് മാപ്പ് തരില്ല. ഞാൻ എന്തോ കരുതിക്കൂട്ടി മുൻധാരണയോടെ നിന്നെ മലേഷ്യൻ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ അനുവദിച്ചില്ലെന്നല്ലേ നീ ഇപ്പോഴും കരുതുന്നത്? എന്നാൽ അതേപ്പറ്റി പറയാൻ നീ എനിക്കൊരു അവസരം പോലും തന്നില്ലല്ലോ. ഞാൻ പറയാൻ വന്നത് മുഴുവൻ കേൾക്കാൻ നിൽക്കാതെയല്ലേ നീ നിന്റെ പാട്ടിന് പോയത്? ഞാനിപ്പോഴും പറയുന്നു, നിനക്ക് ആ ഇൻവിറ്റേഷൻ തരാത്തതിൻ്റെ പിന്നിൽ എനിക്കൊരു പങ്കുമില്ല. ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. നീ വിശ്വസിച്ചാലും ഇല്ലേലും ഐ ഡോണ്ട് കെയർ. ലിസൺ, നിന്നെ പോലെ എനിക്ക് സ്വന്തം ജീവിതം വേറെ കല വേറെ എന്ന് തരം തിരിച്ച് കാണാൻ ഒരിക്കലും പറ്റില്ല. എനിക്ക് രണ്ടും ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് നീ ഇല്ലാതെ, നമ്മുടെ മോളില്ലാതെ സംഗീതത്തെപ്പറ്റി മാത്രം എങ്ങനെ ചിന്തിക്കാൻ പറ്റും? ഞാൻ വളരെ ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ ആഗ്രഹിച്ച് ചെയ്യാനാവാതെ വരുമ്പോൾ എൻ്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുമെന്ന് നിനക്ക് ഊഹിക്കാൻ കഴിയുമോ? ആ വേദന ഹൈപ്പർ സെൻസിറ്റീവായ ആൾക്കാർക്ക് മറ്റുള്ളവരെക്കാൾ പല മടങ്ങ് ജാസ്തി അസഖ്യമാണെന്ന് ഞാൻ പറഞ്ഞു തരണോ? നിനക്ക് ആ അവസ്ഥയെ മേഘയിലൂടെ, നൃത്തത്തിലൂടെ അതിജീവിക്കാൻ കഴിഞ്ഞു. എനിക്ക് നീ എന്നെ മെയിൽ ഷോവനിസ്റ്റിക് പിഗ് എന്ന് വിളിച്ചില്ലേ? അതിന് പകരമായി നിന്നെ ഫീമെയിൽ ഷോവനിസ്റ്റിക് സ്വെയിൻ എന്ന് വിളിക്കാൻ എനിക്ക് എത്ര സമയം വേണം? But I couldn't do that for the simple reason that I loved you. നിന്റെ കളങ്കമില്ലാത്ത ഓപ്പൺ ടോക്ക്, വിശാലമായ മനസ്സ്, ഫെമിനിസ്റ്റ് വിഷൻ, പുരോഗമന ചിന്താഗതി, നേരെ അഹന്ത, ദേഷ്യം, ഇതൊക്കെയല്ലേ എൻ്റെ മനസ്സിനെ നിന്റെ മനസ്സിനോട് അടുപ്പിച്ച്. ഞാൻ എന്തുമാത്രം അഭിമാനിച്ചിരുന്നു നിന്നെ എനിക്ക് ലഭിച്ചതിന്. നീ നൃത്തം ചെയ്യാൻ പോകുന്നതിന് ഞാൻ എന്തിനു തടയണം? നിന്റെ നൃത്തം കണ്ടിട്ടല്ലേ ഞാൻ നിന്നെ സ്നേഹിച്ചത്. നിന്റെ കഴിവും പ്രശസ്തിയും കണ്ട് ഞാൻ ഇൻസെക്യൂറായിട്ട് ഫീൽ ചെയ്യോ അസൂയപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ തൊഴിലിൽ ഞാൻ അതിൽ കൂടുതൽ നേടിയവനാ. നിന്റെ ആഗ്രഹത്തിന് ഞാൻ എപ്പോഴാണ് എതിര് നിന്നത്? നിന്റെ കുറ്റപ്പെടുത്തലുകൾക്ക് ഇതിലേറെ വിശദീകരണം നൽകാൻ എനിക്ക് നേരവുമില്ല, താല്പര്യവുമില്ല. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് എനിക്ക് മേഘയെ തിരിച്ചു കിട്ടിയിരിക്കുക. അവളെ നഷ്ടപ്പെടാൻ ഞാൻ തയ്യാറല്ല. And I am not going to leave this place without മേഘ. എങ്ങനെയായാലും ഞാൻ അവളെ കൊണ്ടുപോകും. നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ ചെയ്യേ. എനിക്ക് കൈവയ്ക്കാൻ അറിയാം. ഒരു കലാകാരൻ മറ്റൊരു കലാകാരന്റെ മേലെ എങ്ങനെ കൈവയ്ക്കും? Are you an artist or a henchman? മേഘ, 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 മേഘ. Samay, come on, come on, come with me. Va. Yamuna, Yamuna. This is the last call for synthesis. Please come to the stage. Audience are getting confused. Is there a problem with synthesis? Please come to the stage. Synthesis. 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 Synthesis
ഇപ്പോൾ ഞാൻ പാടാൻ പോകുന്നത് പാട്ടല്ല. 18 വർഷമായി ഞാൻ എൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന വികാരത്തിൻ്റെ വിസ്ഫോടനം. നഷ്ടപ്പെട്ട സ്വന്തം കയ്യിൽ വന്നിട്ടും വഴുതി പോകുമോ എന്നുള്ള ശോകം. ശോകത്തിൽ ഒരു സന്തോഷം. ശോകം കഴിഞ്ഞ് വസന്തത്തിന് സ്വാഗതം. This song I dedicate to my love, Yamuna. രാഗമാലയണിഞ്ഞതു കനലിൽ വീണു കൊഴിഞ്ഞതു മോഹനാളമണഞ്ഞതു പാതി മാറി പിരിഞ്ഞതു വീണ പൂക്കൾ വിടരുവൻ വേദിയിൽ പാടുന്നു. വിരഹകാല ഇരവുകൾ വാഴ്ന്ന കാലഭൂഷസുകൾ കാനൽ പോലെ മറന്നിടൻ കണ്ണുനീരിൽ നിരന്തരം വിങ്ങി നിന്ന ഇരുമനം ചേരുമിനിയൊന്നായി നാളെ. പാടു പാടു പൂങ്കാറ്റേ, പൂവും കേൾക്കും നിൻ പാട്ട്. ഇരുളു നീങ്ങിടേണം, ഇരവ് മാഞ്ഞിടേണം, വാനമുള്ള കാലം വാണിടേണം ബന്ധം. രാഗമാലയണിഞ്ഞത് കനലിൽ വീണു കൊഴിഞ്ഞത് മോഹനാളമണഞ്ഞത് പാദമാറി പിരിഞ്ഞത് വീണ പൂക്കൾ വിടരുവൻ വേദിയിൽ പാടുന്നു. വിരഹകാല ഇരവുകൾ വാഴ്ന്ന കാലഭൂഷസുകൾ കാനൽ പോലെ മറന്നിടൻ കണ്ണുനീരിൽ നിരന്തരം വിങ്ങി നിന്ന ഇരുമനം ചേരുമിനി ഒന്നായി നാളെ. രാഗം ചോർന്നു പോകുമ്പോൾ ഖേദം വന്നു ചേർന്നിടാം. കാലം തെല്ലു പോയതും കലഹം മെല്ലെ നീങ്ങിടാം. ദുഃഖം എന്നതൊരു പുറം, സ്വർഗം എന്ന മറുപുറം, രണ്ടും കൊണ്ട് ബന്ധിതം ജീവിതം എന്ന പുസ്തകം. രാഗമാലയണിഞ്ഞത് കനലിൽ വീണ് കൊഴിഞ്ഞത് മോഹനാളമണഞ്ഞത് പാദമാറി പിരിഞ്ഞത് വീണ പൂക്കൾ വിടരുവൻ വേദിയിൽ പാടുന്നു. വിരഹകാല ഇരവുകൾ വാഴ്ന്ന കാല ഉഷസുകൾ കാനൽ പോലെ മറന്നിടൻ കണ്ണുനീരിൽ നിരന്തരം വിങ്ങി നിന്ന് ഇരുമനം ചേരും ഇനിയൊരു നാളെ. വയ്ക്കും കന്നിപ്പോരിലെ വെള്ളം ഈ പെൺകുടി, ജയിച്ചാലി നാൾ മുതൽ വായിക്കും നെഞ്ചിൽ നിർവൃതി. ഉലകം വെല്ലും നായകൻ, മുന്നിൽ നിൽക്കും ഗായകൻ, തെന്നൽ വന്നു നിൽപ്പു നിൻ സ്വരബ്രഹ്മം കേൾക്കുവാൻ. പാട്ടുപന്തയത്തിൽ പാടിയെത്തിയ പൂങ്കുയിൽ കൂട്ടിൽ വീണ കഥകളെ പങ്കുവെച്ചു തന്നതും ഇത് ചൊല്ലുമൊലികളിൽ പൂവിലുള്ള മുരുകില്ലേ. മാസമാകെ കഴിഞ്ഞതു മൗനമായി നടന്നതു വാതി താളം തഴുകിയൊരൻപിനുള്ളിൽ ഉണർന്നതു മൗനമായ മിഴികളിൽ പ്രേമധാരയൊഴുകില്ലേ. വേദിയേറിപ്പാടും ഞാൻ, വീണ്ടും ഒന്നു ചേരും ഞാൻ, തിരയടങ്ങി തീരും തീരമൊന്നു ചേരും മാർക്കണ്ഡേയൻ പോലെ രാഗം വാഴും നെഞ്ചിൽ. പാട്ടിനാലിനിയൊരു പ്രേമഭാഷ അനുഭവവാക്യമല്ല ഇത്, ഒരു വാഴ്വ് ചൊല്ലും തുടരാണും പെണ്ണും സംഗമ നാണയത്തിനിരുപുറം. വേറെ വേറെ ഇടങ്ങളിൽ വേറെ വേറെ നിറങ്ങളിൽ വേഷം മാറി വരുമ്പോൾ വേറെയല്ല ഇരുവരും വീണ പൂക്കൾ വിടരുവൻ വേദിയിൽ പാടുന്നു. പാട്ടിനാലി ഇനിയൊരു പ്രേമഭാഷ അനുഭവവാക്യമല്ല ഇത്, ഒരു വാഴ്വ് ചൊല്ലും തുടരാണും പെണ്ണും സംഗമം നാണയത്തിനിരുപുറം. വേറെ വേറെ ഇടങ്ങളിൽ വേറെ വേറെ നിറങ്ങളിൽ വേഷം മാറി വരുമ്പോൾ വേറെയല്ല ഇരുവരും വീണ പൂക്കൾ വിടരുവൻ വേദിയിൽ പാടുന്നു.
പോപ്കോൺ സംഗീത മത്സരത്തിൽ വിജയിച്ച ടീം സിന്തസിസ്. ഈ പോപ്കോൺ സംഗീത ഉത്സവത്തിൽ വികാരങ്ങളെയും അനുഭൂതികളെയും രാഗമായി താളമായി അവതരിപ്പിച്ച് സിന്തസിസ് വിജയിച്ചിരിക്കുന്നു. താങ്ക് യു ഗുരു. This is for you. ഇത് നിനക്ക് വേണ്ടിയാ. വാങ്ങിക്കൂ. നീ ഇല്ലാതെ വിജയം ഉണ്ടാവായിരുന്നില്ല. It's for you. Please. വാങ്ങിക്കേ. Yes. Thank you. Yes. Thank you. ഈ പ്രോഗ്രാം നീ കാണുന്നുവെങ്കിൽ ഇത് നിനക്കായി, നിനക്ക് വേണ്ടി. I love you, Ma. I love you. Please, Ma. Come. Mecca, all the best. Come. എന്തിനാ ഭയപ്പെടുന്നത്? Come on. യമുന, യമുന. മേഘ, മേഘ, പ്ലീസ് കരയരുത്. മേഘ. Congrats!